ഹലോ ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. മക്കളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് +2 മാത്സിൻ്റെ, അതായത് കൊമേഴ്സ് കുട്ടികളുടെ +2 മാത്സിൻ്റെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ കീ ആയിട്ടാണ്. സോ ഇത് കൊമേഴ്സ് കുട്ടികൾക്ക് മാത്രമല്ല, സയൻസ് കുട്ടികൾക്ക് ഉപകാരപ്പെടും. കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് രണ്ടുപേരുടെ സെയിം ആണ്, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ വ്യത്യാസമായിരിക്കും. ഓക്കെ, പിന്നെ വെയിറ്റേജും വരുന്നത് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന് ശേഷം ഞാൻ വെയിറ്റേജ് +2 കൊമേഴ്സ് കുട്ടികളുടെ മാത്സിൻ്റെ വെയിറ്റേജുമായിട്ടുള്ള വീഡിയോസ് ഇതിന് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ മക്കളെ. ഈ ആൻസർ കീ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത ശേഷം നെക്സ്റ്റ് വീഡിയോ അതായിരിക്കും കേട്ടോ മക്കളെ. പിന്നെ ഇതിൻ്റെയൊക്കെ നോട്ട്സുകൾ നിങ്ങൾക്ക് ലഭ്യമാക്കണമെങ്കിൽ താഴത്തെ ഞാനൊരു ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട് ഒരു ലിങ്ക്. നമ്മുടെ ചാനലിൻ്റെയാണ്, വാട്സപ്പ് ചാനലിൻ്റെയാണ്. സോ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യാൻ മക്കളെ. അതിനകത്ത് വഴി ഞാൻ ഓരോരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 8 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിനകത്ത് 6 എഴുതിയാൽ മതി. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫസ്റ്റ് അത് മെട്രിക്സിൽ നിന്നായിരുന്നു ചോദിച്ചത്. ഫൈൻഡ് A+A ട്രാൻസ്പോസ് ആൻഡ് A- A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാനാണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കിത് സാധാരണ ചെയ്യുന്ന പോലെ A+A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. സോ അതിനുവേണ്ടി A ട്രാൻസ്പോസ് നമുക്ക് എഴുതണം, അല്ലേ മക്കളെ? അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യം A അങ്ങ് എടുത്ത് എഴുതാം, എന്നിട്ട് A+A ട്രാൻസ്പോസ് എഴുതാം. സോ A+A ട്രാൻസ്പോസ് A എന്താടാ? 2 - 2 -4 2 -2 -4 -1 3 4 -1 3 4 1 -2 -3 1 -2 -3. ഓക്കെ, സോ A എടുത്തെഴുതി. A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? റോയിനെ പിടിച്ച് കോളമാക്കി എഴുതുമ്പോഴത്തേക്കും നമുക്ക് ട്രാൻസ്പോസ് കിട്ടും. അപ്പോൾ എന്ത് കിട്ടൂടാ? 2 -2 -4നെ താഴത്തേക്ക് എഴുതുക. 2 -2 -4. അടുത്തത് -1 3 4 താഴത്തേക്ക് എഴുതുക. -1 3 4. അടുത്തത് 1 -2 -3 താഴത്തേക്ക് എഴുതുക. 1 -2 -3. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എയും A ട്രാൻസ്പോസും എടുത്തെഴുതി. അടുത്തായിട്ട് എന്താണ്? A+A ട്രാൻസ്പോസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് A+A ട്രാൻസ്പോസും A- ട്രാൻസ്പോസും കണ്ടുപിടിക്കാനാണ്. സോ A+A ട്രാൻസ്പോസ്. ഈ A ട്രാൻസ്പോസിന് മുകളിലൊരു ഡാഷ് ഇടാം, അല്ലെങ്കിൽ മുകളിലൊരു റേസ് ടു T ഇട്ട് കഴിഞ്ഞാലും ട്രാൻസ്പോസ് തന്നെയാണ് കേട്ടോ മക്കളെ. അപ്പോൾ എന്ത് വരും? തമ്മിൽ ആഡ് ചെയ്തേ. 2 + 2 4 -2 + -1 -3 -4 + 1 -4ഉം 1ഉം -3. അടുത്തത് -1 + -2 -3 -3 3 + 3 6 4 + -2 2 1 + -4 -3 -2 + 4 2 -3 + -3 -6. A+A ട്രാൻസ്പോസ് കിട്ടി അല്ലേ? 4 -3 -3 -3 -3 6 2 -3 2 -6. ഒന്നുകൂടെ ഉറപ്പിച്ചത് കേട്ടോ മക്കളെ. നെക്സ്റ്റ് A- A ട്രാൻസ്പോസ് ആണ്. സോ ഇത് നമ്മൾ മൈനസ് ചെയ്താൽ മതി. 2 ൽ നിന്ന് 2 കുറച്ചാൽ 0. -2 മൈനസ്, മക്കൾ ഇത് കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ചെയ്യുമ്പോൾ ഓർത്തോണം. -2 -1 അപ്പോൾ -2 + 1 എന്ന് വരും. അപ്പോൾ ഇത് -1. -4 -1 -5 -1 കണ്ടല്ലോ. -1 -2 അപ്പോൾ -1 + 2 വരും. സോ 2 ൽ നിന്ന് 1 കുറച്ചാൽ 1. 3 - 3 0. 4 - -2 പ്ലസ് ആകും 6. 1 - -4 സോ 5. -2 - 4 -6 -3 + 3 എന്നാകും 0. A+A ട്രാൻസ്പോസും A- A ട്രാൻസ്പോസും സിമ്പിളായിട്ട് കണ്ടുപിടിച്ചു. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ അത് കണ്ടുപിടിച്ചു, 2 മാർക്ക് കിട്ടി. എക്സ്പ്രസ് A ആസ് ദി സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. മക്കളിവിടെ അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് P കണ്ടുപിടിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് P കണ്ടുപിടിക്കണം. P എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു A+A ട്രാൻസ്പോസ് എന്നാണ്. അപ്പോൾ എന്ത് കണ്ടുപിടിക്കാം? ഹാഫ് ഇൻറ്റു A+A ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? സോ അത് തന്നെ അങ്ങ് എഴുതി വയ്ക്കുക. അതാണ് നമ്മുടെ A+A ട്രാൻസ്പോസ്. A+A ട്രാൻസ്പോസ് അവിടെ അതേപോലെ എഴുതി. അടുത്തതായിട്ട് നമുക്ക് A- A ട്രാൻസ്പോസ് വേണം. അതാണ് നമ്മുടെ Q എന്ന് പറയുമ്പോൾ A- A ട്രാൻസ്പോസിൻ്റെ പകുതി. അപ്പോൾ ഹാഫ് ഇൻറ്റു A- A ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിച്ചു.
ഇത് അതേപോലെ അങ്ങ് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, സിമ്പിളായിട്ടുള്ള കാര്യം. മക്കളെ, പി എന്ന് പറയുന്നതാണ് നമ്മുടെ സിമെട്രിക് മെട്രിക്സ്, ക്യൂ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എ കിട്ടും. അപ്പോൾ പി എന്ന് പറയുന്നത് നമ്മുടെ സിമെട്രിക്, അത് ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പി സിമെട്രിക് വേണേൽ എഴുതി വെക്കാം, പി സിമെട്രിക്, പി സിമെട്രിക്, പി ഒരു സിമെട്രിക് ആണ്, ക്യൂ ഈസ് സ്ക്യൂ സിമെട്രിക്. പിനെയും ക്യൂവിനെയാണ് സിമെട്രിക് എന്നും സ്ക്യൂ സിമെട്രിക് എന്നും പറയുന്നത്. അറിയാമല്ലോ, സിമെട്രിക് എന്ന് പറയുമ്പോൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ മെട്രിക്സ് തന്നെ കിട്ടും. സ്ക്യൂ സിമെട്രിക് എന്ന് പറയുമ്പോൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നെഗറ്റീവ് ഓഫ് ഇത് കിട്ടും. അപ്പോൾ നിങ്ങൾ കൂടുതലൊന്നും എഴുതേണ്ട കാര്യമില്ല. പി സിമെട്രിക്കും ക്യൂ സിമെട്രിക്കുമാണ്. നമ്മളോട് ചോദിച്ചനുസരിച്ച് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും കൂടെ ആഡ് ചെയ്യുമ്പോൾ എ കിട്ടണം. എ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ തന്നെ കിട്ടണം. നമുക്ക് നോക്കാം, കിട്ടുവാണെങ്കിൽ നമ്മുടെ ഉത്തരം ശരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പി പ്ലസ് ക്യൂ ആണ് എടുക്കേണ്ടത്. പി പ്ലസ് ക്യൂ എന്ന് പറയുമ്പോൾ രണ്ട് സ്ഥലത്തും ഹാഫ് ഉള്ളതുകൊണ്ട് ഹാഫ് ഞാൻ കോമൺ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു തമ്മിൽ ആഡ് ചെയ്തേ 4ഉം 0 കൂടെ ആഡ് ചെയ്താൽ 4, -3ഉം -1 കൂടെ ആഡ് ചെയ്താൽ -4, അങ്ങനെ ആഡ് ചെയ്താൽ മക്കളെ -3ഉം അപ്പം -8, സോ -3ഉം +1 -2, 6ഉം 0ഉം 6, 2ഉം 6ഉം 8, -3ഉം +5ഉം 2, 2ഉം -6ഉം -4, -6ഉം 0ഉം -6. ഓക്കെ, ഇതിൻ്റെ പകുതി എടുക്കാം. പകുതി എടുക്കുമ്പോൾ നമുക്ക് ഏത് തന്നെ കിട്ടുമെന്ന് നോക്കാം. ഇതിൻ്റെ പകുതി എടുത്തേടാ, 2 -2 -4 -1 3 4 1 -2 -3. മക്കളെ, കിട്ടിയ ഉടനെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കി. ക്വസ്റ്റ്യൻ തന്നെയാണ് കിട്ടിയെങ്കിൽ നമ്മുടെ ആൻസർ കറക്റ്റായി. ഓക്കെ, 2 -2 -4 2 -2 -4 -1 3 4 -1 3 4 1 -2 -3 1 -2 -3. യെസ്, പക്കയായിട്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റി ഉത്തരം ശരിയാണ്. സോ സമാധാനത്തോടെ എക്സാം ഹോളിൽ നിന്ന് പുറത്തിറങ്ങാം ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ മക്കൾ? ഇങ്ങനെ മനസ്സിലാക്കി വേണം ഓരോ സ്റ്റെപ്പും ഓരോ ക്വസ്റ്റിനും എഴുതാൻ. ഓക്കെ, 3 മാർക്ക് നമുക്ക് ഉറപ്പിച്ചു. യെസ്, അടുത്ത ക്വസ്റ്റിനിലേക്ക് കിടക്കാം. മക്കളെ, മനസ്സിലാകുന്നുണ്ട്, കൺസെപ്റ്റ് മനസ്സിലാവുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ കൂടെ കൂടുക. താല്പര്യമുള്ള കുട്ടികൾക്ക് സേ ബാച്ച് ഉണ്ട്, കൗണ്ട് ഡൗൺ ബാച്ച് ഉണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക് ഫുൾ ക്ലാസ് കിട്ടണമെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഉറപ്പിച്ച് അല്ല, നിങ്ങൾക്ക് നിർബന്ധിക്കുമല്ല, ഞാൻ ജോയിൻ ചെയ്യാം. ഓക്കെ, അതൊരു ചാൻസ് ആണ് നിങ്ങൾക്ക്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് കിടക്കാം. സോ നമുക്ക് പബ്ലിക് എക്സാമിനെ തകർത്ത് ആസ്വദിച്ച് മാത്സ് പഠിക്കാം കേട്ടോ മക്കളെ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന 2 ചാപ്റ്ററാണ്. ഒരെണ്ണം ഡിറ്റർമിനൻസ്, പിന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഉള്ളത് നമ്മുടെ വെക്ടറിനകത്താണ് അല്ലേ. വെക്ടറിനകത്ത് ക്രോസ് പ്രോഡക്റ്റ് വെച്ചുള്ള ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഈ 2 സംഭവങ്ങൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോഴേ മനസ്സിലാക്കി ഇത് ഡിറ്റർമിൻ്റ് എന്നാണ്. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു x1 y1 1 x2 y2 1 x3 y3 1. ഓക്കെ, ഹാഫ് ഇവിടെ കൊണ്ടുവരുക. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതെന്ത് വരും? ഹാഫ് ഇൻറ്റു x1 y1. ഫസ്റ്റത്തെയാണ് മക്കളെ x1, ഇത് y1, ഇത് x2, ഇത് y2, ഇത് x3, ഇത് y3. ഓക്കെ, ഇപ്പോൾ ഓരോന്നെടുത്ത് എഴുതിക്കേ. x1 y1 1, x1 എന്ന് പറയുമ്പോൾ 2, y1 3, പിന്നെ 1. ലാസ്റ്റത്തെ കോളം 1 ആണ് കേട്ടോ. അടുത്ത് x2 y2, അപ്പോൾ 1 1 1. അടുത്ത് x3 y3 4 2 1. പിന്നെ എന്ത് കണ്ടുപിടിക്കാം? ഹാഫ് ഇൻറ്റു ഒരു ബ്രാക്കറ്റ് ഇടുക. മെട്രിക്സ് അല്ല കേട്ടോ, അത് ബ്രാക്കറ്റ് ആണ്. 2 ഇൻറ്റു സാധാരണ പോലെ ഡിറ്റർമിൻ്റ് എടുക്കുക. 2 ഇൻറ്റു ഡിറ്റർമിൻ്റ് എടുക്കുക, അറിയാമല്ലോ നിങ്ങൾക്ക്. ഈ റോയും കളയുക, ഈ കോളം റോയും കളയുക, ബാക്കിയുള്ളത് 1 ഇൻറ്റു 1 1, 1 മൈനസ് 1 ഇൻറ്റു 2 2. സോ 1 - 2, 1 - 2. മൈനസ് ഇട്ടിട്ട് അടുത്ത നമ്പർ 3 ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. 1 ഇൻറ്റു 1 1, 1 മൈനസ് 4 ഇൻറ്റു 1 4, 1 - 4, പ്ലസ് 1 ഇൻറ്റു 1 ഉൾപ്പെടുന്ന റോയും കോളം കളയുക. 1 ഇൻറ്റു 2 2, 2 മൈനസ് 4 ഇൻറ്റു 1 4, 2 - 4. എന്ത് രസമായിട്ട് ചെയ്യാതെ ഇതൊക്കെ അല്ലേ. സിക്കൽ ടു ഹാഫ് ഇൻറ്റു എന്ത് വരും ഇവിടെ? 2 ഇൻറ്റു ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 1 -2. ഇത് വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കുക മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. കാൽക്കുലേറ്റർ എടുക്കുക നിങ്ങൾ, ഇതേപോലെ ഓൺ ആക്കിയിട്ട് ബ്രാക്കറ്റ് ഇതേപോലെ 2 കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്ത് 1 - 2 ഇങ്ങനെ അടിച്ചു കൊടുത്ത് നമുക്ക് ചെയ്യാം. ഓക്കെ,
അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ 1 - 2 -1 സ്റ്റെപ്പായിട്ട് ചെയ്യാം. -1 -3 ഇൻറ്റു -3 +1 ഇൻറ്റു -2. വീണ്ടും കാൽക്കുലേറ്റർ, നിങ്ങൾക്കിത് കാൽക്കുലേറ്റർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതിപ്പോൾ ഈ സ്റ്റെപ്പിൽ നിന്ന് തന്നെ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. വേണമെങ്കിൽ കാൽക്കുലേറ്റർ അത് ഒറ്റ സ്റ്റെപ്പ് ചെയ്താൽ ആൻസർ തെറ്റത്തില്ല. കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ എന്ത് വരും നോക്കട്ടെ. 2 കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്ത് 1 - 2, വീണ്ടും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, അടുത്ത വീണ്ടും മൈനസ് ഇട്ടു. അടുത്ത 3 ഇൻറ്റു 1 - 4, 3 കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്ത് 1 - 4, വീണ്ടും പ്ലസ് ഇട്ടു. ബ്രാക്കറ്റിനകത്ത് 2 - 4, ബ്രാക്കറ്റിനകത്ത് 2 - 4, 1 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 2 - 4. ഓക്കെ, ഈക്വൽ ടു അടിക്കുമ്പോൾ 5 എന്ന് കിട്ടും നിങ്ങളുടെ ആൻസർ. 5. സോ 5/2, 5 ഇൻറ്റു 1/2 കണ്ടല്ലോ. ഇവിടുന്ന് തന്നെ നമുക്ക് എഴുതാം. ഇത് മൊത്തം കൂടെ ചെയ്യുമ്പോൾ 5 കിട്ടും. സോ ഇപ്പുറത്ത് പുറത്തൊരു 1/2 ഉണ്ട്. 1/2 ഇൻറ്റു 5, അതാണ് ആൻസർ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. -2 + 9 -2, അപ്പോൾ -4, 9 - 4, 5 കിട്ടും. അത് തന്നെ. അപ്പോൾ ഇത് 1/2 ഇൻറ്റു 5 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ 5/2. 5/2 വേണമെങ്കിൽ സ്ക്വയർ യൂണിറ്റ്സ് എന്ന് എഴുതാം. സ്ക്വയർ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഏരിയ ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ, മീറ്റർ സ്ക്വയർ എന്നൊക്കെ എഴുതാറുണ്ട്. അതുകൊണ്ട് SQ യൂണിറ്റ്സ് എന്ന് എഴുതാം. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. 3 6 മാർക്ക് സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. ഇഫ് f of x is continuous at x equal to a, then limit x tends to a f of x is. മക്കൾ അത് ഡയറക്റ്റ് ആയിട്ട് ഡെഫിനിഷനാണ് ചോദിച്ചത്. കണ്ടിന്യൂസ് ആകണമെങ്കിൽ കണ്ടിന്യൂസിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആകണം. നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. അതിൻ്റെ ആൻസർ എന്താണെന്നറിയാലോ, എഫ് ഓഫ് എ. 1 മാർക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ചോദിച്ചത് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇത് കണ്ടിന്യൂസ് ആണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. മക്കൾ ഇത് കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് ആണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു നമ്പറിലേ വരയ്ക്കുക. നമ്പറിലേ വരയ്ക്കണം, വേറെ ഒന്നുമില്ല. നമ്പറിലേ വരച്ച ശേഷം ഇവിടെ 4ലാണ് ചേഞ്ച് വരുന്നത് അല്ലേ. സോ 4 ഇവിടെ അടയാളപ്പെടുത്തുക. ഇനി 4ൻ്റെ ഇടത് സൈഡിൽ കണ്ടല്ലോ, 4നേക്കാൾ ചെറിയ എക്സുകൾക്ക് ഫംഗ്ഷൻ ഇതാണ് kx+1. ഇവിടെ അടയാളപ്പെടുത്താം. 4നേക്കാൾ ചെറിയ എക്സുകൾക്ക് നമ്മുടെ ഫംഗ്ഷൻ kx+1 ആണ്. 4നേക്കാൾ വലിയ എക്സുകൾക്ക് എന്താണ് ഫംഗ്ഷൻ x² + 5 ആണ്. സോ അത് രണ്ടും നമ്മൾ സിമ്പിളായിട്ട് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. കണ്ടിന്യൂസ് അല്ലടാ മക്കളെ, കണ്ടിന്യൂസ് ആണെങ്കിൽ LHL = RHL ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ എഴുതാം, ഗിവൺ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. അതുകൊണ്ട് നമുക്ക് എഴുതാം LHL ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. അപ്പോൾ LHL എന്താടാ? LHL എന്ന് പറയുമ്പോൾ ഇവിടെ 4 അല്ലേ, 4ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് അല്ലേ. ഇതെങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 - f of x ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 + f of x. എന്താണ് ഈ 4 - 4 +? 4 - എന്ന് പറയുമ്പോൾ 4ൻ്റെ ഇടത് സൈഡ്, 4ൻ്റെ ലെഫ്റ്റ് സൈഡ്. 4 + എന്ന് പറയുമ്പോൾ 4ൻ്റെ വലത് സൈഡ്, അതായത് 4ൻ്റെ പോസിറ്റീവ് സൈഡ് അല്ല, 4ൻ്റെ റൈറ്റ് സൈഡ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് 4 - 4 +, അല്ലാതെ -4 അല്ല. കേട്ടല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈക്വൽ ടു, ഇവിടെ ഈക്വൽ ടു ഉണ്ട്, നടുക്കുണ്ടല്ലോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 - നമുക്ക് എഴുതാം ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 + നമുക്ക് എഴുതാം. 4ൻ്റെ ഇടത് സൈഡിലെ ഫംഗ്ഷൻ എന്താടാ? kx+1. സോ ഇവിടെ kx+1. ഈ 4ൻ്റെ വലത് സൈഡിലെ ഫംഗ്ഷൻ എന്താടാ? x² + 5. x² + 5. സിമ്പിൾ പരിപാടി. ഇനി എക്സ് ഉള്ളിടത്തെല്ലാം നമുക്ക് ഈ 4 ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ, എക്സ് ഉള്ള 2 സ്ഥലത്തും നമുക്ക് 4 ഇട്ട് കൊടുക്കാം. ഇവിടെ എന്ത് വരും? k × 4 + 1. ഇവിടെയും 4² + 5. ഈ 4 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ലിമിറ്റ് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലിമിറ്റ് എന്ന് എഴുതേണ്ട കാര്യമില്ല. പിന്നെ ഇത് എഴുതേണ്ട കാര്യമില്ല കേട്ടോ. 4 എന്ന് പറയുന്ന വാല്യൂ എക്സിന് വാല്യൂ ഇട്ട് കൊടുത്താൽ പിന്നെ ലിമിറ്റ് എന്ന് എഴുതേണ്ട കാര്യമില്ല. k × 4 എന്ന് പറയുമ്പോൾ 4k. 4k + 1 = 4² 16. 16 + 5 21. ഓക്കെ അല്ലേടാ? 4² 16 + 5 21. ഓക്കെ. അപ്പോൾ 4k = ഈ 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ 21 - 1. അപ്പോൾ 4k എന്ന് പറയുന്നത് എന്ത് കിട്ടും? 21ൽ നിന്ന് 1 കുറച്ചാൽ 20. അപ്പോൾ k = 20/4. 20/4 എന്ന് പറയുമ്പോൾ 5 കിട്ടും നമ്മുടെ കെയുടെ വാല്യൂ. 20/4, 5 4s are 20. സിമ്പിളായിട്ട് കെയുടെ വാല്യൂ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അതും. 3 ക്വസ്റ്റ്യനും വളരെ എളുപ്പം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ മക്കളെ.
കാര്യം മനസ്സിലാക്കി ചെയ്യുക. 3, 6, 9 മാർക്കായി. ഇനി 9 മാർക്ക് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4ാമത്തെ ക്വസ്റ്റ്യൻ. റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിംഗ് യൂണിഫോംലി അറ്റ് എ റേറ്റ് ഓഫ് 3 cm/s. കാണുമ്പോഴേ മനസ്സിലായി ഇത് ഏതാണ്? ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ റേഡിയസ് ആണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്. എന്തിൻ്റെ? സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോഴേ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. സർക്കിളിൻ്റെ റേഡിയസിൻ്റെ ചേഞ്ച് ആണല്ലേ. റേഡിയസ് ഓഫ് ദി സർക്കിൾ ഇൻക്രീസിംഗ് യൂണിഫോംലി അറ്റ് ദ റേറ്റ് ഓഫ് 3 cm/s. ഇവിടെ മക്കളെ 3 cm/s എന്ന് തന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് തന്നിരിക്കുന്നത്? റേഡിയസിൻ്റെ ചേഞ്ച് ആണ്. എങ്ങനെ ഇത് മനസ്സിലാക്കാം? സെൻറ്റിമീറ്റർ റേഡിയസ് ആണ്. സോ ഇത് dr ബൈ പെർ സെക്കൻഡ് ആണ്. സോ ടൈമിനനുസരിച്ചാണ് ചേഞ്ച് ചെയ്യുന്നത്. സോ ഇത് dr/dt ആണ് തന്നിരിക്കുന്നത് എന്ന് വ്യക്തമായി. അപ്പോൾ ഇവിടെ എന്തിൻ്റെ ചേഞ്ച് ആണ്? സർക്കിളിൻ്റെ റേഡിയസിൻ്റെ ആണ്. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എഴുതാം. ഏരിയയുടെ ഇക്വേഷൻ എന്താടാ? സർക്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം, πr². ഇനി 2 സൈഡിലും ഡെറിവേറ്റീവ് എടുത്താൽ മതി അല്ലേ. dA/dt = പൈ ഇൻറ്റു കോൺസ്റ്റൻ്റ് ആണ്. പൈനെ ഒന്നും ചെയ്യേണ്ട, പൈനെ മാറ്റി നിർത്താം. r² ഡെറിവേറ്റീവ് 2r കഴിഞ്ഞിട്ടില്ല, ഇൻറ്റു ആറിൻ്റെ ഡെറിവേറ്റീവ് dr/dt അല്ലടാ മക്കളെ. dr/dt നമുക്കറിയാം, തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചല്ല ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതും കിട്ടുകൊടുക്ക്. അപ്പോൾ ഇതെന്ത് വരും? പൈ ഇൻറ്റു 2r ഇൻറ്റു 3. അപ്പോൾ 3 × 2 6 പൈ എന്ന് വന്നില്ലേ. 6πr എന്ന് വന്നു. 6πr അത്രയും വരെ കണ്ടുപിടിച്ച് വെച്ചു. കഴിഞ്ഞിട്ടില്ല, ക്വസ്റ്റ്യൻ ബാക്കി വായിക്കാം. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഏരിയ ഓഫ് ദി സർക്കിൾ. ഏരിയ ഓഫ് സർക്കിൾ ഇൻക്രീസിങ് വെൻ റേഡിയസ് 10 സെൻറ്റിമീറ്റർ റേഡിയസ് ആകുമ്പോൾ ഏരിയയുടെ ഇൻക്രീസിങ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏരിയയുടെ ഇൻക്രീസിങ് ഇവിടെ വരെ കണ്ടുപിടിച്ച് വെച്ചു. അത് 10 സെൻറ്റിമീറ്റർ റേഡിയസ് ആകുമ്പോൾ, അപ്പോൾ അതേ നമ്മൾ എഴുതാൻ പോകണം. നോക്കിക്കോണേ, dA/dt ഏരിയയുടെ ചേഞ്ച് അറ്റിന് നമ്മൾ ഇങ്ങനെ ഒരു സൈഡ് ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് ഇടും കേട്ടോ. അതിൻ്റെ ഒരു സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അറ്റ് എന്താടാ? റേഡിയസ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്ത് ചെയ്യാം? 6π × 10. അപ്പോൾ ഇത് 60π എന്ന് കിട്ടും. നിർബന്ധമായിട്ട് യൂണിറ്റ് എഴുതിക്കോണം. യൂണിറ്റ് എന്താണ്? ഏരിയയുടെ യൂണിറ്റ് cm². ഇവിടെ സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് cm². പെർ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. സോ cm²/s എന്ന് സിമ്പിളായിട്ട് എഴുതാം. ഓക്കെ അല്ലേ? 4 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 4 × 3 12 മാർക്ക് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞിരിക്കുക കേട്ടോ. 5ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രലിൽ നിന്നായിരുന്നു. ഇൻ്റഗ്രലിൽ നിന്ന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും എക്സാമിന് വന്നിരിക്കും. ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഇൻ്റഗ്രൽ അല്ലേ. 1ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നുണ്ടല്ലോ മക്കൾ, എന്ത് രസമുണ്ട് ചെയ്യാനത്. നോക്കി, ഇൻ്റഗ്രൽ ചോദിച്ചിരിക്കുന്നുണ്ടല്ലോ x² + e⁻x കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചത്. dx. x² ഇൻ്റഗ്രൽ എന്താടാ? പവർ റൂൾ അല്ലേ. x² ഇൻ്റഗ്രൽ പവർ 1 കൂട്ടുക, താഴത്തും അത് തന്നെ എഴുതുക. സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ 1 മോളിൽ കൂട്ടുക, x³ അത് തന്നെ താഴത്ത് 3 പ്ലസ് e⁻x ഇൻ്റഗ്രൽ e⁻x ഇൻ്റഗ്രൽ ആയതുകൊണ്ട് പ്ലസ് ഇടുക. ഫസ്റ്റത്തെ കഴിഞ്ഞു, 1 മാർക്ക് കിട്ടി. 2ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ log x. ഇൻ്റഗ്രൽ log x എന്ത് വരുവാടാ? ഇൻ്റഗ്രൽ log x എന്ന് പറയുമ്പോൾ log x dx. ഈ log x-ൻ്റെ ഇൻ്റഗ്രലിൽ 1/x എന്ന് എഴുതാനുള്ളൊരു ഒരു എന്താ പറയുക, ഒരു തോന്നൽ നമുക്ക് വരും. പക്ഷേ അത് ഡെറിവേറ്റീവ് ഓഫ് log x ആണ് 1/x. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ ഓഫ് log x കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ എങ്ങനെ എഴുതും? അത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. log x × 1 എന്ന് എഴുതും നമ്മൾ. ഓർമ്മയുണ്ടോടാ? എന്താണ് ഇവിടെ? UV മെത്തേഡ് അല്ലേ. പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. യും വി എടുക്കേണ്ട വിധം എങ്ങനെയാണ്? ഓർമ്മയുണ്ടല്ലോ, ഐലേറ്റ് എന്ന് പറയുമ്പോൾ യു ഏതിനാണ് കൊടുക്കുക? നിങ്ങൾ സ്കൂളിൽ എങ്ങനെയാണ് ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞായിരിക്കും പഠിച്ചത്. ഞാനിപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. യു എടുക്കേണ്ട വിധം അതാണ് ഈ ഓർഡർ. ഇൻവേഴ്സ് ഉണ്ടോ? ഇല്ല. ഐലേറ്റ് ലോഗരിതമിക് ഉണ്ടോ? ഇത് ഓരോന്ന് അറിയാമല്ലോ അല്ലേ. ഇത് ഇൻവേഴ്സ്, ഇത് ലോഗരിതമിക്, ഇത് ഓൾജിബ്രിക്, ഇത് ട്രിഗ്നോമെട്രിക്, ഇത് എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്നത് e⁻². ഈ ഓർഡറിൽ വേണം കൊടുക്കാൻ. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് ഉണ്ടോ? ഇല്ല. ലോഗരിതമിക് ഉണ്ടോ? യെസ്, ലോഗരിതമിക് ഉണ്ട്. അപ്പോൾ അതിന് യു, മറ്റേത് വി അല്ലേടാ. ഇനി എന്താണ് യു വി മെത്തേഡ്? ഓർമ്മയുണ്ടല്ലോ, എന്താ യു വി? ഇൻ്റഗ്രൽ യു ഇൻറ്റു ഇൻ്റഗ്രൽ വി മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് വി. ഇതാണ് നമ്മുടെ യു വി മെത്തേഡ് അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇവിടെ എങ്ങനെ ചെയ്യാം? യു ഇൻറ്റു ഇൻ്റഗ്രൽ, യു എന്ന് പറയുന്നത് എന്താണ്? log x അല്ലേ. സോ log x ഇൻറ്റു ഇൻ്റഗ്രൽ 1 dx മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് യുവിൻ്റെ ഡെറിവേറ്റീവ് log x-ൻ്റെ ഡെറിവേറ്റീവ് എഴുതുക ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് 1
ഡി എക്സ്, ഇത്രയും ഫുള്ള് ഡി എക്സ്. സിമ്പിൾ. ആ ഒരു മെത്തേഡ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതി പോകാനേ ഉള്ളൂ. നമുക്ക് ഓരോന്ന് എടുത്തു പോവാം. ഈക്വൽ ടു ലോഗ് എക്സ് ഇൻറ്റു എടാ 1ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ 1ൻ്റെ ഇൻ്റഗ്രൽ 1x, 2ൻ്റെ ഇൻ്റഗ്രൽ 2x. സോ ഇവിടെ 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് വലിയ ഇൻ്റഗ്രലിനകത്ത് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ്. സോ ഇത്രയും ഡി എക്സ്. ഇവിടുത്തെ എക്സും കട്ട് ചെയ്ത് കളയാം. ഇതെന്ത് വന്നു? ഈ എക്സ് ഞാൻ ഫ്രണ്ട് ഇടുവാണേ. ഇല്ലെങ്കിൽ ചിലവർക്ക് ഈ എക്സും കൂടെ ഇൻറ്റു ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. അതുകൊണ്ട് ഈ എക്സ് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ ഇടുവാണേ. അങ്ങനെ ഇട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ആ എക്സും കൂടെ ഇൻറ്റു ചെയ്യാൻ ഒരു ടെൻഡൻസി വരും. എക്സ് ലോഗ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്ന് വരും. സോ ഇത് എക്സ് ലോഗ് എക്സ് മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് തന്നെ, 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് തന്നെ, പ്ലസ് സി. ഇവിടുന്ന് വേണേൽ എക്സ് കോമൺ ആയിട്ട് എടുത്താൽ എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1 പ്ലസ് സി എന്ന് വരും. ഓക്കെ, ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1 പഠിച്ചു വെച്ചോ. അല്ലെങ്കിൽ എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് എങ്ങനെ വേണേൽ പഠിച്ചു വെച്ചു. ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇതായിരിക്കും. അപ്പോൾ ആ മാർക്ക് നോക്കി ചെയ്യുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. ചുമ്മാ ഡയറക്റ്റ് എഴുതി വെച്ച മാർക്ക് കിട്ടത്തില്ല. ഇത്രയും സ്റ്റെപ്പ് ഇവിടെ എഴുതി യു വി മെത്തേഡ് അപ്ലൈ ചെയ്ത് വേണം ചെയ്യാൻ. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ. സയൻസ് കുട്ടികൾക്ക് ഇതേപോലെ തന്നെ സെയിം റൂട്ട് ആയിരുന്നു അവർക്ക് ചോദിച്ചത്. നിങ്ങൾക്ക് റേസ് ടു 4 സെയിം മെത്തേഡ് ക്വസ്റ്റൻ ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഇതിന് പകരം ഞാൻ പറഞ്ഞില്ലേ, റേസ് ടു 4ന് പകരം റൂട്ട് ഇട്ട് ചോദിക്കാം, റേസ് ടു 3/2 ഇട്ട് ചോദിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഫൈനൽ എക്സാമിന് 3/2 ഇട്ടായിരിക്കും വരുന്നത് കേട്ടോ. നോട്ട് ചെയ്തോണേ. കാരണം 3/2 ഇട്ടുള്ള ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ ഉണ്ട്. ഇനി അതിന് പകരം റേസ് ടു 5 ഇട്ട് ചോദിക്കാം. എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. എന്താണെങ്കിലും ഒരേ മെത്തേഡ്, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന, ഇപ്പോൾ എഴുതാൻ പോകുന്ന അതേ മെത്തേഡ്. 3 മാർക്കിനാണ് മക്കളെ. ഇത് 3 മാർക്ക്. ഇതെന്താ ഇത്രയും വലിയ ചോദിച്ചത്? ഇത് വലുതൊന്നുമല്ല, ചെറിയ സംഭവം തന്നെയാണ്. എല്ലാം ഒരേ മെത്തേഡാണ്. ഇതിൻ്റെ ആൻസർ ഇങ്ങനെ വരുന്നതിൻ്റെ ആൻസർ എപ്പോഴും π/4 തന്നെ ആയിരിക്കും. ആൻസറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി കേട്ടോ. ചെയ്യാം. അപ്പോൾ ഇതെന്ത് ചെയ്യാം? ആദ്യം ഇതിനെ ഐ എന്ന് പറഞ്ഞെടുക്കുക. ധൈര്യമായിട്ട് എടുത്തോ. ഇൻ്റഗ്രൽ എടുത്ത് എഴുതിക്കേ. 0 to ഇൻ്റഗ്രൽ 0 to π/2 sin raised to 4x by sin raised to 4x plus cos raised to 4x. ഓക്കെ മക്കൾ, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മെത്തേഡാണ്. ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ റൂളാണ്. ഇൻ്റഗ്രൽ a to b ഇൻ്റഗ്രൽ 0 to a f of x dx എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ റൂൾ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. 0 to a ഈ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ എക്സിന് പകരം എഴുതാം. എഫ് ഓഫ് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്. അപ്പർ ലിമിറ്റ് എ ആണ്. എ മൈനസ് എക്സ് എന്ന് നമുക്കിവിടെ എഴുതാം. അപ്പോൾ ഇവിടുത്തെ അപ്പർ ലിമിറ്റ് എന്താണ്? π/2 മൈനസ് എക്സ് എന്ന് ഈ എക്സ് ഉള്ളിടത്തെല്ലാം നമുക്ക് എഴുതി വയ്ക്കാം. എക്സ് ഉള്ളിടത്തെല്ലാം നമുക്ക് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് എന്ന് എഴുതാം. ഇവിടെ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 to π/2 sin raised to 4 എക്സിന് പകരം π/2 മൈനസ് എക്സ് ഡിവൈഡർ ബൈ താഴത്തും അതേപോലെ തന്നെ sin raised to 4 π/2 മൈനസ് എക്സ് പ്ലസ് cos raised to 4 π/2 മൈനസ് എക്സ് ഡി എക്സ്. ഈ π/2 മൈനസ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതെന്തായി മാറും എന്നുള്ളത് അതും കൂടെ അറിഞ്ഞിരിക്കണം. എടാ sin 90 മൈനസ് എക്സ് അല്ലെങ്കിൽ sin π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് cos എക്സ് ആയി മാറും. അതേപോലെ cos π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് sin എക്സ് ആയി മാറും. തിരിച്ച് സൈനും കോസും പരസ്പരം അങ്ങനെ ചേഞ്ച് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ആൾമാറാട്ടം സംഭവിക്കും. ആൾ തമ്മിൽ മാറും. എപ്പോഴാണ്? 90 എത്തുമ്പോഴും 270 അല്ലെങ്കിൽ 3π/2 എത്തുമ്പോഴും ആൾ പരസ്പരം അങ്ങ് മാറും. sin 90 മൈനസ് എക്സ് sin എക്സ് cos എക്സ് ആകും. cos 90 മൈനസ് എക്സ് അത് sin എക്സ് ആയി മാറും. അതേപോലെ സീക്ക് കൊസീക്കാവും, കൊസീക്ക് സീക്കാവും, ടാൻ കോട്ടാവും, കോട്ട് ടാൻ ആവും. അങ്ങനെ പരസ്പരം മാറാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ആൾ പരസ്പരം അങ്ങ് മാറി. sin 90 മൈനസ് എക്സ് വേറൊരാളായി മാറി. ആരായി മാറി? sin 90 മൈനസ് എക്സ് എന്നുള്ള കോസ് ആയി മാറി. അപ്പോൾ ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? സിക്കൽ ടു ഇൻ്റഗ്രൽ 0 to π/2 sin 90 മൈനസ് എക്സ് ആരായടാ? അത് cos raised to 4x എന്ന് എഴുതാം. ബൈ താഴത്ത് സൈൻ എന്നുള്ളത് കോസായി മാറി. cos raised to 4x പ്ലസ് ആ കോസ് സൈനായി മാറി. sin raised to 4x അത്രയും ഡി എക്സ്. മക്കളെ ഇത് നമ്മുടെ ഐ അല്ലേ? ആൾ മാറി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റത്തെ ആളെ 1 എന്ന് എടുക്കുക.
ആൾ മാറിക്കഴിഞ്ഞുള്ള ആളെയും 2 എന്ന് എടുക്കാം. കാരണം ആദ്യമുള്ള ആൾ മാറി, ലാസ്റ്റ് നോക്കി ഇപ്പം കിട്ടിയ ആൾ വേറൊരാളായി അല്ലേ, ആൾ പരസ്പരം മാറി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ 1, ഈ ആൾ മാറിക്കഴിഞ്ഞാൽ ഇക്വേഷൻ 2. നല്ല രസമുണ്ട് കേട്ടോ, ഇവിടം വരെ എഴുതി വെക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഏത് ക്വസ്റ്റ്യൻ ചെയ്താൽ ഇങ്ങനെ തന്നെ കേട്ടോ മക്കളെ, 1 + 2 ആഡ് ചെയ്യുക. 1 + 2 അല്ല, 1 ഉം 2 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ i + i ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യാം. i + i എന്ന് പറയുമ്പോൾ 2i. അപ്പോൾ ഇത് 2i ഈക്വൽ ടു, രണ്ട് സ്ഥലത്ത് ഇൻ്റഗ്രൽ ഒരേപോലെ ആയതുകൊണ്ട് ഒറ്റ ഇൻ്റഗ്രൽ ഇട്ടാൽ മതി. ഇൻ്റഗ്രൽ 0 to π/2. ഇൻ്റഗ്രൽ 0 to π/2. ഇനി ഇവിടെ നോക്കിയടാ, ഇവിടുത്തെ ഡിനോമിനേറ്റർ രണ്ടും ഒരേ സാധനമല്ലേ. ഇവിടെ സൈൻ പ്ലസ് കോസ്, ഇവിടെ കോസ് പ്ലസ് സൈൻ. 1 + 2 എന്ന് എഴുതിയാലും 2 + 1 എന്ന് എഴുതിയാലും ഒരേ സാധനം തന്നെയാണല്ലോ. യെസ്. അപ്പോൾ ഈ താഴത്തെ സംഭവം രണ്ടിനും കോമൺ ആയതുകൊണ്ട് ഒറ്റ ഡിവൈഡ് എഴുതുവാണേ. സൈൻ റൈസ് ടു 4x പ്ലസ് കോസ് റൈസ് ടു 4x. ഇനി നമ്മുടെ മുകളിൽ കിടക്കുന്ന ആളെ നോക്കി, നമുക്കറിയാം താഴത്ത് ഇപ്പോൾ 2, ഇപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ 3/2 പ്ലസ് 5/2 ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒറ്റ ഡിനോമിനേറ്ററിൽ നമ്മൾ എഴുതും 2 അല്ലേ. എന്നിട്ട് ഈ 3ഉം 5ഉം കൂടെ അങ്ങ് കൂട്ടും. 3 + 5 എന്ന് നമ്മളിങ്ങനെ എഴുതി വയ്ക്കും അല്ലേ. എന്ന് പറയാം 3ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 8 അങ്ങനെ എഴുതാറുണ്ട്, കൊച്ചു ക്ലാസ്സിൽ വരെ പഠിക്കണം അല്ലേ. അപ്പോൾ ഞാൻ ഡിനോമിനേറ്റർ ഒരേപോലെ എഴുതിയെങ്കിൽ ഇവിടുത്തെ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം. സൈൻ റൈസ് ടു 4x പ്ലസ് കോസ് റൈസ് ടു 4x. സൈൻ റൈസ് ടു 4x പ്ലസ്, ഞാൻ എന്തിനാണ് ഇത്രയും ബേസിക് ലെവലിൽ പറയണമെന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് ഓർത്താ മക്കളെ. ഇൻ്റഗ്രലിൽ പാടാന്ന് പറഞ്ഞെങ്കിൽ എല്ലാ കുട്ടികളും ഓർക്കണം ഇത് ഇത്രേ ഉള്ളൂ എന്ന് ചിന്തിക്കണം. അതിന് വേണ്ടി ഇത്രയും ലോ ലെവൽ ഞാൻ പറയുന്നത്. എടാ ഒരേ സാധനം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് എത്ര കിട്ടും? 1 ആണ്. കാരണം 5/5 1, 10/10 1, ഏതൊരു നമ്പറിനെയും ആ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി എനിക്ക്? 2i = ഇൻ്റഗ്രൽ 0 to π/2 1 എന്ന് കിട്ടും. 1 ഇൻ്റഗ്രൽ എനിക്കറിയാം എന്താണ് 1 ഇൻ്റഗ്രൽ, എക്സ്. ഇവിടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട് 0 to π/2 ഇട്ട് കൊടുക്കുക. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വന്നടാ? 2i = ആദ്യം നമ്മൾ എക്സിന് എന്ത് ചെയ്യും, അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കും. എക്സിന് പകരം π/2. ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കും. ലോവർ ലിമിറ്റ് 0 തന്നെയാണ്, സോ അത് എഴുതണമെന്നില്ല. അപ്പോൾ π/2 കിട്ടിയില്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ i = ഈ ഇൻറ്റു ശരിങ്ങനെ 2 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഡിവൈഡർ ബൈ ആവും. അവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്, ആ 2 ആയിട്ട് ചേർന്നത് എന്തായി മാറും? 4 ആയി മാറും. സോ π/4. എന്ത് സിമ്പിളായിട്ട് ആൻസർ കിട്ടിയെന്ന് നോക്കി. ഇത്രേ ഉള്ളൂ. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഇത് സയൻസ് കുട്ടികൾക്കും ചെയ്തിട്ടുണ്ട്, സയൻസ് കുട്ടികളുടെയും ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. സോ ഇതേ ക്വസ്റ്റ്യൻ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ മക്കളെ. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്ത് ആൻസറിലേക്ക് എത്തിക്കുക. സോ 7th ക്വസ്റ്റ്യൻ മെട്രിക്സിൽ നിന്നായിരുന്നു. വീണ്ടും മെട്രിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. മെട്രിക്സിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻ ചെയ്തില്ലായിരുന്നു അല്ലേ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. സോ 2 അകത്തേക്ക് ഇൻറ്റു ചെയ്യുക. ഇവിടെ അകത്തേക്ക് ഇൻറ്റു ചെയ്യാനായിട്ട് 2 മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും വേറെ ആരും ഇല്ല. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ 2 അകത്തേക്ക് എല്ലാ ടേമിനും ഇൻറ്റു ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഇത് 2 × 1 2, അടുത്ത 2 × 3 6, അടുത്ത 2 × 0 0, അടുത്ത 2 × x 2x. ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ മക്കളെ. പ്ലസ് ബാക്കിയൊന്നും അകത്തേക്ക് ഇൻറ്റു ചെയ്യാനില്ലാത്തതുകൊണ്ട് അതേപോലെ എഴുതാവേ. y 0 1 2 ഈക്വൽ ടു, അവിടെ ഒന്നുമില്ല ഇൻറ്റു ചെയ്യാൻ, സോ അത് അതേപോലെ എഴുതാം. 5 6 1 8. എക്സിൻ്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനല്ലേടാ. ഇവിടെ എക്സ് ഉള്ള ടേം ഏതാണെന്ന് നോക്കിയേ. ഇത് ഇവിടെ എക്സ് ഉണ്ടല്ലേ, ആ ടേം അതേ പൊസിഷനിലുള്ള എല്ലാവരും തമ്മിൽ അങ്ങ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇതെന്ത് വരും? 2x പ്ലസ് 2 ഈക്വൽ ടു 8. അങ്ങനെ അങ്ങ് എടുത്തെഴുതുക. 2x പ്ലസ് അതേ പൊസിഷനും ആകാവളെ മാറിപ്പോലും 2x പ്ലസ് 2 ഈക്വൽ ടു 8. അപ്പോൾ അതിനകത്ത് നിന്ന് 2x ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ 8 - 2. അപ്പോൾ 2x എന്ന് പറയുന്നത് 6 എന്ന് കിട്ടും. അപ്പോൾ x എന്ത് കിട്ടും? 6. ഈ 2 ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഡിവൈഡർ ബൈ 2 ആകും. അപ്പോൾ x എന്ന് പറയുന്നത് 3 കിട്ടി. ആഹാ, x 3 സിമ്പിളായിട്ട് കിട്ടി. സിമ്പിളായിട്ട് നമുക്ക് x കിട്ടി. ഇനി അടുത്ത y കണ്ടുപിടിക്കണ്ടേ. y കണ്ടുപിടിക്കണമെങ്കിൽ വൈയുടെ ടേം തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. വൈയുടെ ടേം ഏതൊക്കെയാണ്? ഇത് ഇവിടെ y ഉണ്ടല്ലേ. അപ്പോൾ അതേ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെയുണ്ട്. പൊസിഷൻ മാറല്ലേ. ഇവിടെ ഫസ്റ്റാണ് y കിടക്കുന്നതെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും ഇവിടെ? 2 + 2 പ്ലസ് ഇവിടെ y = 5. ഈ 2 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതിയല്ലോ, ആൻസർ കിട്ടും. y = 5 - 2. സോ y എന്ന് പറയുന്നത് 5 2 കുറയ്ക്കുമ്പോൾ 3 കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. സംശയം ഉണ്ട്, നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കണം. ദേ y 3 അല്ലേ, ഇവിടെ ഇട്ട് കൊടുത്ത് നോക്ക്. സോ 3 + 2 എത്രയാണ്? 5. കറക്റ്റ് ആൻസർ. ഇനി x 3 ആണെന്ന് നോക്കാം. ഇവിടെ ഇട്ട് കൊടുക്കുക x. അപ്പോൾ 2 × 3 6, 6 2 8. പക്ക ആൻസർ, കറക്റ്റ് ആൻസർ. ഭയങ്കര എളുപ്പമല്ലേ, 3 മാർക്കിനെ ചോദിച്ചത്. ഓ, ഇതിനൊക്കെ ചോദിച്ചാൽ പൊളിക്കാം നമുക്ക്. 8ാമത്തെ ക്വസ്റ്റ്യൻ. 8 ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എളുപ്പമായിരുന്നു. ഇൻ്റഗ്രൽ മാത്രമേ എനിക്ക് തോന്നുന്നു
ചില കുട്ടികൾക്ക് ടഫായിട്ട് വരാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ ഭയങ്കര എളുപ്പമായിരുന്നു എല്ലാം ബാക്കിയുള്ള എല്ലാം. ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണ് പി ഓഫ് എ ഗിവൺ ബി എന്താണെന്ന് ചോദിച്ചത്. മക്കൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇൻഡിപെൻഡൻറ്റ് ഇവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ഇക്വേഷനാണ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇതാണ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരേണ്ട ഇക്വേഷൻ. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി നമ്മുടെ മനസ്സിലേക്ക് വരണം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഗിവൺ ബി ഇതിൻ്റെ അകത്ത് ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് പി ഓഫ് എ ഗിവൺ ബിയുടെ ഇക്വേഷൻ എഴുതാം. പി ഓഫ് എ ഗിവൺ ബി എന്താണ് ഇക്വേഷൻ? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. എ ഗിവൺ ബിയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇത് തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ ബൈ ഗിവൺ ആയിട്ടുള്ളതിൻ്റെ പ്രോബബിലിറ്റി. ഇനി പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്? കാരണം ഇത് ഇൻഡിപെൻഡൻ്റ് അല്ലേ, അപ്പോഴേ ഇതിന് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? ഈ സാധനം ഇട്ട് കൊടുക്കാം അല്ലേ. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് ഇതിന് പകരം ഇട്ട് കൊടുക്കാം. താഴത്തൊരു പി ഓഫ് ബി ഉണ്ട്. പി ഓഫ് ബിയും വെട്ടിക്കളയാം. സോ അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ആൻസർ എന്താടാ? പി ഓഫ് എ വരും നമ്മുടെ ആൻസർ. സോ ഫസ്റ്റത്തെ ആൻസറാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഫസ്റ്റത്തെ ആൻസറാണ് നമ്മുടെ ആൻസർ. സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത് പി ഓഫ് എയും പി ഓഫ് ബിയും പി ഓഫ് എ യൂണിയും ബിയും തന്നിട്ടുണ്ട്. ഫൈൻഡ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അവിടെ ഇൻഡിപെൻഡൻ്റ് ആണ് തന്നിട്ടില്ല, അത് വേറെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാനല്ലേ. എന്താണ് ഇക്വേഷൻ? ഡയറക്റ്റ് ഇക്വേഷൻ ആണ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പി ഓഫ് എ എന്താണ്? 2/7. പി ഓഫ് ബി എന്താണ്? 5/7 മൈനസ് പി ഓഫ് ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ ഇവിടെ യൂണിയൻ ആണ്. ഇൻ്റർസെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ യൂണിയൻ. സോ പി ഓഫ് എ യൂണിയൻ ബി എന്താണ്? 6/7. ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്. സോ ഒറ്റ ഡിനോമിനേറ്ററിൽ നമുക്ക് എഴുതാം. 2ഉം 5ഉം കൂടെ കൂട്ടാം. എത്ര വരും? 7. 7ൽ നിന്ന് 6 കുറച്ചാൽ 1. സോ 1/7 ആണ് നമ്മുടെ ആൻസർ. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ 1/7 കിട്ടി. അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. പി ഓഫ് എ ഗിവൺ ബിയും കൂടെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് പി ഓഫ് എ ഗിവൺ ബി? നമുക്ക് ഇക്വേഷൻ അറിയാമല്ലോ, ഇപ്പോൾ ചെയ്ത പോലെ ഇക്വേഷൻ എഴുത്. പി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താടാ? ഇപ്പോൾ കണ്ടുപിടിച്ചല്ലേ, 1/7. സോ 1/7 ബൈ പി ഓഫ് ബി എത്രയാണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പി ഓഫ് ബി 5/7. അപ്പോൾ ഇത് 5/7. 7ഉം 7ഉം കട്ട് ചെയ്ത് കളഞ്ഞാൽ 1/5 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. നല്ല കിടിലിനായിട്ട് നമുക്ക് ഫൈനൽ ആൻസർ വരെ എത്താവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാം അല്ലേ. എല്ലാം ചോദിച്ചാൽ അത് തന്നെയായിരുന്നു. സിമ്പിളായിട്ട് അത് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് പോർഷനിലേക്ക് കിടക്കാം. ബാക്കിയുള്ള 8 ക്വസ്റ്റ്യൻ വളരെ എളുപ്പം ചെയ്തു. ഇനി അടുത്ത 8 ക്വസ്റ്റ്യനിലേക്ക് കിടക്കുവാണ്. അതിനകത്ത് ഏതെങ്കിലും 6 എഴുതിയാൽ മതി. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ മക്കളെ, റിലേഷൻ ആർ ഇൻ ദ സെറ്റ് 1 2 3 എന്ന് പറയുന്ന സെറ്റിലാണ് നമ്മുടെ റിലേഷൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഇതാണ് നമ്മുടെ റിലേഷനെ. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, ഇക്വലൻസ് ആണോ എന്ന് ചോദിച്ചത്. നോക്കാം. 1 2 3 റിലേഷൻ പറഞ്ഞിരിക്കണമെങ്കിൽ റിഫ്ലെക്സീവ് ആണെങ്കിൽ എന്ത് വേണം? ഈ 1ൻ്റെയും 2ൻ്റെയും 3യുടെയും ഇരട്ടകൾ വേണം അല്ലേ. ട്വിൻ പെയർ, ഇരട്ടകൾ. കണ്ണും പൂട്ടി എഴുതാൻ പറ്റണം. അതിൻ്റെ ഇരട്ടകൾ അതിനകത്ത് ഉണ്ടെങ്കിലേ റിഫ്ലെക്സീവ് ആകത്തുള്ളൂ. 1ൻ്റെ ഇരട്ട ഇതിൻ്റെ അകത്തുണ്ടോ? യെസ് ഉണ്ട്. 2ൻ്റെ ഇരട്ടയുണ്ടോ? യെസ്, ഇരട്ടകൾ, ട്വിൻ പെയർ. 3യുടെ ഇരട്ടയുണ്ടോ? 3 പേരും ഉണ്ട്. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണ്. നമ്മളിങ്ങനെ ഉടനെ നമ്മൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കല്ലേ, റിഫ്ലെക്സീവ് ആണ്. സിമെട്രിക് ആണോ നോക്കിയടാ. സിമെട്രിക്ക് 1 1 2 2 3 3. ഓക്കെ, ഇവന്മാർ പരസ്പരം റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആയിരിക്കും. ഇവന്നെ നോക്കാം. 1 2 ഉണ്ടോ? ഉണ്ടെങ്കിൽ 2 1 കാണണം. 2 1 ഉണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ നോക്കേണ്ട കാര്യം, അടുത്തത് പോലും നോക്കണ്ട. 1 2 ഉണ്ടെങ്കിൽ 2 1 കാണണം. അപ്പോൾ ഈ സിമെട്രിക് ആണോ? സിമെട്രിക് അല്ല. റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് അല്ല. ട്രാൻസിറ്റീവ് ആണെന്ന് കൂടെ നോക്കാം. ട്രാൻസിറ്റീവ് 1 2 2 3 ഉണ്ടെങ്കിൽ ആര് കാണണം? 1 3 മസ്റ്റ് ആയിട്ട് കാണണം. 1 2ഉം പിന്നെ 2h തുടങ്ങുന്ന മറ്റൊരു പെയറും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും 1 3 കാണണം. 1 3ൻ്റെ അകത്ത് ഉണ്ടോടാ? ഇല്ല. ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ റിഫ്ലെക്സീവ് മാത്രമാണ് ആൻസർ. സോ റിഫ്ലെക്സീവ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അത് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ ഗിവൺ ബിലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് f(2)ഉം f(-2)ഉം കണ്ടുപിടിക്കാനാണ്. ഈ ഗ്രാഫ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണ്ടോടാ? എന്തായാലും ലാബൊക്കെ ചെയ്ത കുട്ടികളാണല്ലോ നിങ്ങൾ. കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇത് x² എന്ന് പറയുന്ന ഗ്രാഫാണ് u +1 ഒരടി മുകളിലേക്ക് എന്ന് പറയുമ്പോൾ x² +1ൻ്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ f(x). വേണമെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് f(2) ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടും. -2 ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടും. നോ പ്രോബ്ലം, അത് എഴുതണമെന്നില്ല.
എങ്കിലും ഫംഗ്ഷനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം ഇത് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫാണ് +1 ഒരടി മുകളിലേക്ക്. നമ്മുടെ ലാബുമായിട്ട് കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ കാണും കേട്ടോ മക്കളെ. ഇനി അതല്ല നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? എഫ് ഓഫ് ടുവും എഫ് ഓഫ് -2. എഫ് ഓഫ് 2ൻ്റെ ഇമേജ് എന്ന് പറയുമ്പോൾ 2ൻ്റെ നേരെയുള്ള y വാല്യൂ എന്ന് പറയുമ്പോൾ ദിവനാണ്. ആരാണ്? 5. സോ എഫ് ഓഫ് 2 എന്ന് പറയുമ്പോൾ 5. ഇനി എഫ് ഓഫ് -2 എന്താണ്? -2ൻ്റെ നേരെയുള്ള നമ്മുടെ y വാല്യൂ അതെന്താണ്? അതും 5 തന്നെയാണ് അല്ലേ ഇവിടെ വരുന്നത്. എത്രയാണ്? അത് 5. എഫ് ഓഫ് 2ഉം എഫ് ഓഫ് -2 എഴുതാൻ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. രണ്ടും 5 ആണ്. 1 മാർക്കല്ലേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. ഇത് 1 1 ആണോ എന്ന് ചോദിച്ചത്. നമ്മൾ ലാബ് പഠിച്ച കുട്ടികളാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? 2 മാർക്കാണ് കേട്ടോടാ. ഉണ്ടല്ലോ 2 മാർക്കാണ്. ലാബൊക്കെ പഠിച്ചവരാണ്. ഞാൻ അപ്പോൾ നിങ്ങളോടൊരു കാര്യം പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു ഹൊറിസോണ്ടൽ ആയിട്ടൊരു ലൈൻ വരയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രാഫിൽ 2 സ്ഥലത്ത് മുട്ടുന്നുണ്ടെങ്കിൽ 2 സ്ഥലത്തായിട്ട് ഗ്രാഫിനെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1 1 അല്ല എന്ന് പറഞ്ഞ് നോക്കി. ഇവിടെയും കട്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് 1 1 അല്ല. അപ്പോൾ നമുക്ക് എഴുതാം അക്കോർഡിംഗ് ടു ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ദ ലൈൻ മീറ്റ്സ് അല്ലെങ്കിൽ ദ ലൈൻസ് കട്ട് എഫ് ഓഫ് എക്സ് ഇൻ 2 പോയിന്റ്സ്. നിങ്ങളുടെ വാക്കിൽ എഴുതി വയ്ക്കാം. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് 1 1. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 2ൻ്റെ ഇമേജ് 5 ആണ്, -2ൻ്റെ ഇമേജും 5 ആണ്. 2 പേർക്ക് ഒരേ ഇമേജ് വന്നു. അതുകൊണ്ട് ഇത് 1 1 അല്ല. കണ്ടല്ലോടാ. എഫ് ഓഫ് 2ഉം 5 ആണ്, എഫ് ഓഫ് -2ഉം 5 ആണ്. 2 എക്സ് വാല്യൂസിന് ഒരേ ഇമേജ് വന്നെങ്കിൽ 1 1 അല്ല. അതെന്താണ്? മെനി 1 ആണ്. അപ്പോൾ നിങ്ങളുടെ രീതിയിൽ ഇത് എഴുതി വയ്ക്കാം. ഞാൻ പറയുന്നത് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാൻ കേട്ടോ. ഇംഗ്ലീഷ് നിങ്ങളുടെ വാക്യത്തിൽ എഴുതാവേ. അക്കോർഡിംഗ് ടു ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ദ ലൈൻ കട്ട്സ് ദ ഗ്രാഫ് ഇൻറ്റു 2 പോയിന്റ്സ്. ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് 1 1. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? എഫ് ഓഫ് 2 = 5, എഫ് ഓഫ് -2 = 5. ദർ ഈസ് എന്താണ് ഇങ്ങനെ എഴുതി വയ്ക്കാടാ. ദ ഇമേജ് ഓഫ് 2 ആൻഡ് -2 ഈസ് 5. ഓക്കെ, ബിക്കോസ് ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് 1 1, ഇറ്റ് ഈസ് മെനി 1 എന്ന് നിങ്ങളുടെ രീതിയിൽ എഴുതി വയ്ക്കും. ഓക്കെ, കാര്യം മനസ്സിലായുള്ള മക്കളെ? എളുപ്പമായിരുന്നു. 3 1 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അതല്ലേ? ഇത് 1 1 2 2 4 4 മാർക്കിൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഈ ഗ്രാഫ് കാണുമ്പോഴാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് യൂസിങ് ഇൻ്റഗ്രേഷൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y = x² + 3, x = 0 ആൻഡ് x = 3 ആൻഡ് x ആക്സിസ്. ഇത് ഗ്രാഫ് നമ്മുടെ ഗ്രാഫ് ഒന്നും വരച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. y തന്നിട്ടുണ്ടല്ലേ. y എത്രയാണ്? y = x² + 3. ലിമിറ്റ് പോയിന്റ് തന്നിട്ടുണ്ടല്ലേ. x = 0, x = 3 ആൻഡ് x ആക്സിസ്. അപ്പോൾ x ആക്സിസ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. x² + 3 എന്ന് പറയുമ്പോൾ x² + 3 അല്ലേടാ എന്ന് പറയുമ്പോൾ യു പോലെ ഇങ്ങനെ ഗ്രാഫ്, കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ യു പോലെ ഇങ്ങനെ ഗ്രാഫ് +3 3 അടി മുകളിലേക്ക് എന്ന് പറയുമ്പോൾ 1 2 3 1 2 3 3 അടി മുകളിലേക്ക് ഇങ്ങനെ പോകുന്ന ഗ്രാഫാണ് നമ്മുടെ യു പോലെ വരയ്ക്കണേ. ഇങ്ങനെ പോകുന്ന ഗ്രാഫാണ് നമ്മുടെ x² + 3. ഓക്കെ, അതിനകത്ത് x = 0 എന്ന് പറയുമ്പോൾ 0യ്ക്കും 3യുടെ ഇടയ്ക്ക് ഇത് ഇവിടെ വരും ഏകദേശം. സോ ഏകദേശം നമ്മുടെ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു ഭാഗം, ഈ ഒരു ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 0യ്ക്കും 3യുടെ ഇടയ്ക്കുള്ള എക്സ് ആക്സിനും കർവിനും ഇടയ്ക്കുള്ള ഈ ഒരു റീജിയനാണ് ഏരിയ കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല മക്കളെ. ഏരിയ = നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാമല്ലോ. ഇൻ്റഗ്രൽ a to b f of x dx. അല്ലെങ്കിൽ ഇതിനെ വേറെ രീതിയിൽ പറയും ഇൻ്റഗ്രൽ a to b f of x-നാണ് നമ്മൾ y എന്ന് പറയുന്നത്, y dx. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഏരിയ എന്താണ്? ഇൻ്റഗ്രൽ a to b, എയും ബിയും ആണ് തന്നിരിക്കുന്ന 0യും 3യും. സോ ഇൻ്റഗ്രൽ 0 to 3 y dx അല്ലെങ്കിൽ f of x dx. f of x എന്താണ്? x² + 3 dx. ഡയറക്റ്റ് ഇൻ്റഗ്രൽ എടുക്കാനാണ് മക്കളെ പറഞ്ഞത്. x² ഇൻ്റഗ്രൽ എന്താണ്? x³/3 പ്ലസ് 3യുടെ ഇൻ്റഗ്രൽ എന്താണ്? 3x. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റ് 3 എടുത്ത് എക്സിന് പകരം ഇട്ട് കൊടുക്കുക. 3³ പ്ലസ് ഇവിടുത്തെ എക്സിന് പകരം ഇട്ട് കൊടുക്കുക 3 × 3 എത്ര വരും? 9. ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ 0 വരും. 0/3 0. ഇവിടെ ഇട്ട് കൊടുക്കുമ്പോഴും 0 വരും. സോ ലോവർ ലിമിറ്റ് എഴുതണമെന്നില്ല. ഇതാണ് നമ്മുടെ ആൻസർ. എത്ര വരും ഇവിടെ? 3³ 27/3 പ്ലസ് 9. അപ്പോൾ ഇത് 9 + 9 18 എന്ന് കിട്ടും. 18 സ്ക്വയർ ഏരിയ അല്ലേ, സ്ക്വയർ യൂണിറ്റ്സ്. ഓക്കെ, 18 എന്ന് കിട്ടും.
9 3 27. ഓക്കെ, ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. 4 മാർക്കാണ് മക്കളെ, 4 മാർക്ക്. സിമ്പിളായിട്ട് നമുക്ക് ആ 4 മാർക്ക് കിട്ടും അല്ലേ? ശരിക്കും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാനേ ഉള്ളൂ ഇത്. 4 മാർക്കിനെ ചോദിച്ചത് എന്തായാലും അത് സിമ്പിളായിട്ട് ചെയ്ത് കാണും എന്ന് വിചാരിക്കുന്നു. 11ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ പ്രിൻസിപ്പൽ വാല്യൂസ് ഓഫ് സൈൻ ഇൻവേഴ്സ്. ഡയറക്റ്റ് ടേബിളിൽ നിന്ന് നമുക്ക് എഴുതാനേ ഉള്ളൂ. സൈൻ ഇൻവേഴ്സ് 1/√2ൻ്റെ വാല്യൂ എന്താടാ? ടേബിൾ എഴുതാൻ അറിയാമെങ്കിൽ ടേബിൾ നോക്കുക. 1/√2 കിട്ടുന്ന ആംഗിൾ ഏതാണ്? എത്രയാണ്? π/4. ഇങ്ങനെ അല്ലെങ്കിൽ 45 45 ഡിഗ്രി എന്ന് എഴുതിയാലും കറക്റ്റാണ്. ഏതെങ്കിലും ഒരെണ്ണം എഴുതി വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ഷോ ദാറ്റ് ആണ് 3 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. ആഹാ, ഇത് നമ്മുടെ സയൻസ് കുട്ടികൾക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് തിരിച്ചാൽ ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഇത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് LHS എടുത്ത് എഴുതാം. ഇതാണ് ലെഫ്റ്റ് സൈഡ് എടുത്ത് എഴുതുവാണേ. സെക്കൻഡ് ക്വസ്റ്റിനകത്ത് സൈൻ ഇൻവേഴ്സ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 + x². അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡ് എടുത്ത് എഴുതിയേ. ലെഫ്റ്റ് സൈഡ് നമ്മൾ എടുത്തെഴുതി. ഇതിൽ നിന്ന് നമുക്ക് റൈറ്റ് സൈഡ് കിട്ടണം. സോ ഇത് നമ്മുടെ LHS ആണ്, ലെഫ്റ്റ് സൈഡാണേ. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പുട്ട് എക്സിന് പകരം റൈറ്റ് സൈഡിൽ സൈൻ ആയതുകൊണ്ട് നമുക്ക് സൈൻ തീറ്റ ഇട്ട് കൊടുക്കാം. 2 രീതി ചോദിക്കാറുണ്ട്. ഇത് കോസ് ഇൻവേഴ്സ് ആക്കാനും ചോദിക്കാറുണ്ട്, സൈൻ ഇൻവേഴ്സ് ആക്കാനും ചോദിക്കാറുണ്ട്. ഇവിടെ നോക്കുക, റൈറ്റ് സൈഡിൽ സൈൻ ഇൻവേഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾ എക്സിന് സൈൻ തീറ്റ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് തീറ്റ അവിടെ നിർത്തിയിട്ട് സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? സൈൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വിചാരിക്കുക. സോ സൈൻ ഇപ്പുറത്ത് വരുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ്, അപ്പുറത്ത് തീറ്റ മാത്രം. ഇത് രണ്ടും അങ്ങനെ എഴുതി വയ്ക്കുക തുടക്കം തന്നെ. ഇനി നമുക്ക് എക്സ് ഉള്ളിടത്തെല്ലാം നമുക്ക് സൈൻ തീറ്റ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെന്ത് വരും ഇവിടെ? സൈൻ ഇൻവേഴ്സ് ബ്രാക്കറ്റിൽ 2 ഇൻറ്റു എക്സ് ഉള്ളിടത്തെല്ലാം ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, അവിടേക്ക് ഇട്ട് കൊടുക്കുക സൈൻ തീറ്റ. അപ്പോൾ 2 സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 + sin² തീറ്റ. ഓക്കെ, അപ്പോൾ ഇതെന്ത് വന്നു? സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ. എടാ 1 + sin² തീറ്റ എന്താടാ? 1 + sin² തീറ്റ. sin² തീറ്റ + cos² തീറ്റ 1 അല്ലേ? അപ്പോൾ ഇവിടുന്ന് 1 + sin² തീറ്റ എന്ത് എഴുതാം നമുക്ക്? 1 + sin² തീറ്റ എന്ന് പറയുമ്പോൾ 1 + sin² തീറ്റ എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് cos² തീറ്റയാണ്. അപ്പോൾ ഇവിടെ റൂട്ട് 1 + sin² തീറ്റയ്ക്ക് പകരം നമുക്ക് cos² തീറ്റ എന്ന് ഇട്ട് കൊടുക്കാം. കണ്ടോ എന്ത് രസമായിട്ട് ചെയ്യാം. ഇനി സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ. എടാ റൂട്ടിനകത്ത് സ്ക്വയർ വന്നാൽ ആ സ്ക്വയർ പോകും. അപ്പോൾ ഇത് വെറും കോസായി മാറും. സ്ക്വയർ പോയിട്ട് വെറും കോസ് തീറ്റ എന്നാകും. ഇനി മക്കളെ സൈൻ തീറ്റ കോസ് തീറ്റ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ഇക്വേഷൻ ഓർമ്മയുണ്ടോ? എന്താടാ? സൈൻ 2 തീറ്റയുടെ ഇക്വേഷൻ ആണ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഓർമ്മയുണ്ടോടാ മക്കളെ? 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ സൈൻ 2 തീറ്റയുടെ ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് അവിടെ എന്തിട്ട് കൊടുക്കാം? സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ എന്നിട്ട് കൊടുക്കാം. സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസലായി, മിച്ചം 2 തീറ്റ. തീറ്റ എന്താണ് മക്കളെ? തീറ്റ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ്. സോ തീറ്റയ്ക്ക് പകരം സൈൻ ഇൻവേഴ്സ് എക്സ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ റൈറ്റ് സൈഡ് നോക്കി എന്താ കിട്ടേണ്ടതെന്ന്? 2 സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് കിട്ടേണ്ടത്. നമുക്ക് എന്താ കിട്ടിയത്? 2 സൈൻ ഇൻവേഴ്സ് എക്സ് സിക്കൽ ടു നമുക്ക് റൈറ്റ് സൈഡ് RHS കിട്ടി. ഹെൻസ് പ്രൂവ്ഡ്. ആഹാ, ഹെൻസ് പ്രൂവ്ഡ്. നമ്മൾ പ്രൂവ് ചെയ്തു മക്കളെ, നമ്മൾ പ്രൂവ് ചെയ്ത് സെറ്റാക്കി. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ 4 മാർക്കിന് വീണ്ടും ചോദിച്ചിരിക്കുന്നത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മക്കളെ. a² കണ്ടുപിടിക്കുക, എന്നിട്ട് ഇത് 0 എന്ന് തെളിയിക്കുക. അപ്പോൾ ആദ്യം a² കണ്ടുപിടിക്കാം. a² എന്ന് പറയുമ്പോൾ നമുക്കറിയാം a ഇൻറ്റു a എന്ന് പറയുമ്പോൾ a 2 തവണ എഴുതിക്കേ. 3 1 -1 2 ഇൻറ്റു വീണ്ടും എഴുതുക 3 1 -1 2. എത്ര അറിയാവുന്ന കുട്ടികളാണെങ്കിലും മക്കൾ ഇങ്ങനെ എഴുതുക 2 തവണ. നഷ്ടമൊന്നുമില്ലല്ലോ, നമുക്ക് സമയമൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് 3 × 3 9, 1 × 1 1, -1 × -1 1, 2 × 2 4. അങ്ങനെ ഇൻറ്റു ചെയ്യാനാണോ? അങ്ങനെ ഇൻറ്റു ചെയ്ത് വെക്കും പലരും. മക്കൾ അത് മനസ്സിൽ നിന്ന് അങ്ങ് മായ്ച്ചു കളാം. കാരണം അങ്ങനെയല്ല, എപ്പോഴും മെട്രിക്സ് ഇൻറ്റു ചെയ്യേണ്ടത് ഇതേ ഇൻറ്റു ഇത്, റോ ഇൻറ്റു കോളം എന്നുള്ള രീതിയിലാണ് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 3 × 3 എത്രയാണ്? 9 പ്ലസ് 1 × -1. നിങ്ങളൊന്നും ചെയ്യേണ്ടത്, നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തേ. എന്നിട്ട് കാൽക്കുലേറ്റർ എടുത്തിട്ട് 3 × 3 അടിക്കുക. 3 വേണേൽ ബ്രാക്കറ്റ് ഇട്ടോ, ബ്രാക്കറ്റ് ഇട്ടിട്ട് ഒരു സാധനം അടിക്കുക. നിങ്ങൾക്ക് കറക്റ്റായിട്ട് തെറ്റത്തില്ല. ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇത് തമ്മിൽ അടിക്കുക.
ദേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, 3 ഇൻറ്റു 3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇത് ഇൻറ്റു ഇത് പ്ലസ് പ്ലസ് ഇട്ടെ പ്ലസ് ഇത് ഇൻറ്റു ഇത് ബ്രാക്കറ്റ് ഓൺ ആക്കിയിട്ട് പ്ലസ് ഇടാൻ മറന്നു. ഓക്കെ, പ്ലസ് ബ്രാക്കറ്റ് ഓൺ ആക്കിയിട്ട് 1 ഇൻറ്റു -1 ഇങ്ങനെ ഇടുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തടാ, ഇതേ ഇൻറ്റു ഇത് ബ്രാക്കറ്റ് ഇട്ടു, ഇത് ഇങ്ങനെ 3 ഇൻറ്റു 3 ബ്രാക്കറ്റിൽ പ്ലസ് 1 ഇൻറ്റു -1 എന്നിട്ട് ഈക്വൽ ടു അടിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും 8 എന്ന് കിട്ടും. ഓക്കെ, അത് തന്നെയാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ദേ മനസ്സിൽ ചെയ്യാനുള്ളൂ 3 ഇൻറ്റു 3 9 മൈനസ് 1 ഇൻറ്റു -1 പ്ലസ് ഇവിടെയാണ് 3 ഇൻറ്റു 3 9 പ്ലസ് 1 ഇൻറ്റു -1 -1 9ൽ നിന്ന് 1 കുറച്ചാൽ 8. ഇങ്ങനെ ഡയറക്റ്റ് എഴുതാനേ ഉള്ളൂ, തെറ്റായിരിക്കാനാണ് ഞാൻ പറഞ്ഞത് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഇതേപോലെ ഇൻറ്റു ചെയ്തേ. അടുത്തത് ഇതുകൊണ്ട് നമുക്ക് ഇവിടെ ഇൻറ്റു ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും, 3 ഇൻറ്റു 1 3 പ്ലസ് 1 ഇൻറ്റു 2 2 3 പ്ലസ് 2 5. അടുത്തത് അത് കഴിഞ്ഞല്ലോ. ഇനി ഇതുകൊണ്ട് ഇതിന് -1 ഇൻറ്റു 3 -3 പ്ലസ് 2 ഇൻറ്റു -1 -2, സോ അത് -5. അത് കഴിഞ്ഞല്ലോ. അടുത്തത് അതുകൊണ്ട് അടുത്ത കോളത്തിനെ -1 ഇൻറ്റു 1 -1 പ്ലസ് 2 ഇൻറ്റു 2 4 4ൽ നിന്ന് 1 കുറച്ചാൽ 3 A² കിട്ടി. A² കണ്ടുപിടിച്ചു മക്കൾ. ഇനി അടുത്തത് 5A വേണം അല്ലേ. 5A കണ്ടുപിടിക്കാം. 5A എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു A എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് 3 1 -1 2. 5 കൊണ്ട് Aനെ ഇൻറ്റു ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ ടേമിനും ഇൻറ്റു ചെയ്യുക. 5 ഇൻറ്റു 3 5 ഇൻറ്റു 1 അങ്ങനെ ഓരോ ടേമിനും ഇൻറ്റു ചെയ്തേ. സോ 5 ഇൻറ്റു 3 15 5 ഇൻറ്റു 1 5 5 ഇൻറ്റു -1 -5 5 ഇൻറ്റു 2 10. A² കിട്ടി. ഇനി വേണ്ടത് 7i ആണ്. 7i എന്ന് പറയുമ്പോൾ എന്താടാ 7i എന്ന് പറയുമ്പോൾ നമുക്കറിയാം 7 ഇൻറ്റു i എന്ന് പറയുന്നത് എന്താടാ ഐഡൻറ്റിറ്റി മെട്രിക്സ് 1 0 0 1 ഇതല്ലേ എന്ന് പറയുമ്പോൾ 7 എല്ലായിടത്തും ഇൻറ്റു ചെയ്യാം. അപ്പോൾ ഒന്നുള്ളിടത്തെല്ലാം 7 ആവും. 7 0 0 7 എല്ലാം കണ്ടുപിടിച്ച് മാറ്റി വെച്ചു. ഇനി നമുക്ക് വേണ്ട സംഭവം എന്താണ്, A² മൈനസ് 5A പ്ലസ് 7i നമുക്ക് കണ്ടുപിടിക്കാം. 0 എന്ന് കിട്ടിയാൽ നമുക്ക് 4 മാർക്ക് ഉറപ്പിക്കാം. ഇത് A² മൈനസ് 5A പ്ലസ് 7i. A² എന്താണ് മക്കളെ, A² 8 5 -5 3 8 5 -5 3 മൈനസ് 5A എന്താടാ 15 5 -5 10 15 5 -5 10 പ്ലസ് 7i എന്ന് പറയുമ്പോൾ 7 0 0 7. നേരെ കാൽക്കുലേറ്റർ എടുക്കുക വീണ്ടും. ദേ 8 മൈനസ് 15 അപ്പോൾ 8 മൈനസ് 15 പ്ലസ് 7 അങ്ങനെ അടിച്ചു കൊടുത്തേ. 0 കിട്ടുമെങ്കിൽ രക്ഷപ്പെട്ടു. 0 കിട്ടിയെങ്കിൽ രക്ഷപ്പെട്ടു. 8 വഴി 15 15 കുറച്ചാൽ 0. അടുത്തത് 5 മൈനസ് 5 പ്ലസ് 0, സോ അതും 0. അങ്ങനെ ഓരോന്ന് അടിച്ചു കൊടുക്കുക കാൽക്കുലേറ്ററിൽ. കറക്റ്റായിട്ട് എല്ലാം 0 കിട്ടിയെങ്കിൽ നമ്മുടെ ആൻസർ ശരിയായി. -5 പ്ലസ് -5 -5 ഇങ്ങനെ തന്നെ അടിച്ചോ പ്ലസ് 0. അതേ പൊസിഷനിൽ ഉള്ള ആൾക്കാർ നമ്മൾ വേണം ഇക്വേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും 0 കിട്ടും. അടുത്തത് 3 മൈനസ് 10 പ്ലസ് 7, സോ അതും 0 കിട്ടും. അപ്പോൾ എന്ത് കിട്ടി, ദെയർഫോർ നമുക്ക് എന്ത് കിട്ടി, A² മൈനസ് 5A പ്ലസ് 7i എന്ന് പറയുന്ന ഒരു 0 മെട്രിക്സ് അല്ലേടാ. ഇങ്ങനെ കിട്ടി. ഹെൻസ് പ്രൂവ്ഡ് എന്നും കൂടെ എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു സന്തോഷമാകും. ഹെൻസ് പ്രൂവ്ഡ്. ആഹാ, ഓക്കെ അല്ലേ മക്കളെ, സെറ്റായല്ലോ. സെറ്റായി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നത്. നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഇച്ചിരി അകപ്പാടെ ചോദിച്ചതിനകത്ത് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് കുറച്ചും കൂടെ ടഫായിട്ട് തോന്നാനുള്ളൊരു ചാൻസ്. പക്ഷേ ലാബൊക്കെ ചെയ്ത കുട്ടികളായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി കാണും. കാരണം ലാബ് ചെയ്തതിൻ്റെ ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ട്. നല്ല കാര്യമായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റിനൊക്കെ ഉൾപ്പെടുന്നത്. കാരണം ലാബ് നന്നായിട്ട് പഠിച്ച കുട്ടികളാണെങ്കിൽ ലാബ് എന്തായാലും ഈ ഒരു കൺസെപ്റ്റൊക്കെ പഠിച്ചു, അത് വെച്ച് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. മാർക്കും പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റിനാണ്. മക്കൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ഇത് f'(x)ൻ്റെ ഗ്രാഫാണ്. ആദ്യം തന്നെ മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ തന്നിട്ടുണ്ട് ഇത് f'(x)ൻ്റെ ഗ്രാഫാണ്. ഓർമ്മയോടെ നമ്മൾ ലാബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ഡെറിവേറ്റീവ് താഴത്ത് നമ്മൾ DER എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ വേറൊരു ഗ്രാഫ് വരും.
ഓർമ്മയുണ്ടോ? ഇതിപ്പോൾ എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയുമോ? ഒറിജിനൽ ഗ്രാഫ് അല്ല ഇത്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ്, നമ്മൾ എന്തോ ഒരു സംഭവം അടിച്ചോളൂ, ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്കുള്ളത്. നമ്മൾ താഴത്തെ ഇൻപുട്ടിൽ DER ഡെറിവേറ്റീവ് എന്ന് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും വേറെ കളറിലൊരു ഗ്രാഫ് തന്നെ കാണാം. അതിങ്ങനെ അല്ലേടാ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെ വന്നൊരു ഗ്രാഫ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന ഈ പോയിന്റ് അല്ലേടാ, കട്ട് ചെയ്യുന്ന ഈ പോയിന്റ് നമ്മളിവിടെ നോക്കും. ഈ കട്ട് ചെയ്യുന്ന ഈ പോയിന്റ് കണ്ടോ ഇവിടെ, അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂസ് അല്ലേ? ഓർമ്മയുണ്ടല്ലോ, അങ്ങനെ നമ്മൾ ചെയ്യുമായിരുന്നു. സോ അതേ പരിപാടി തന്നെയാണ് ഇവിടെയും. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത് അടിച്ചു കൊടുക്കുമ്പോൾ വരുന്ന ഈ ഒരു റെഡ് ഗ്രാഫില്ലേ, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. മറ്റേ ഗ്രാഫ് തന്നിട്ടില്ല. കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി അവരിങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനേ ഉള്ളൂ. ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷേ ചില കുട്ടികൾ എഴുതുന്നത് എന്താ അറിയൂടാ, ഈ ഗ്രാഫ് ആദ്യത്തെ ഗ്രാഫ് ഇങ്ങനെ തരുമ്പം ഇവിടെ കാണുന്നതാണ് നമ്മുടെ ലോക്കൽ മാക്സിമം, ഇവിടെ കാണുന്നതാണ് ലോക്കൽ മിനിമം എന്നൊക്കെ പറഞ്ഞ് എഴുതും. ഡെറിവേറ്റീവ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ അത് കട്ട് ചെയ്യുന്ന പോയിന്റ്സ്, ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഞാൻ കൺഫ്യൂസിങ് ആക്കുന്നില്ല, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഡെറിവേറ്റീവ് ഗ്രാഫ് കട്ട് ചെയ്യുന്ന ഈ പോയിന്റ് ഒക്കെയാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ്, 1ഉം 2ഉം 3ഉം. അപ്പോൾ ഈ 1ഉം 2ലും 3ലുമാണ് നമ്മുടെ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം ഒക്കർ ചെയ്യുന്നത്. അവിടെയാണ് നമ്മുടെ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം. അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ കണ്ടുപിടിക്കണമെങ്കിൽ ചിലവർ ഇങ്ങനെ എഴുതി വെക്കും, 1.5ൻ്റെ അവിടെയാണ് ലോക്കൽ മാക്സിമം, 2.5ൻ്റെ അവിടെയാണ് ലോക്കൽ മിനിമം. അത് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് ആകുമ്പോഴാണ് മക്കളെ. ഇവിടെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫാണ്, എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫാണ്. സോ ഇവിടെ എവിടെയാണ് നമ്മുടെ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം. അത് കണ്ടുപിടിക്കാനുള്ള പരിപാടി ഫൈൻഡ് ദ പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം കണ്ടുപിടിക്കാനാണ്. 1 ആണോ 2 ആണോ 3 ആണോ മാക്സിമം മിനിമം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുള്ള പരിപാടി നോക്കിക്കോണേ. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താണ് സംഭവിക്കുന്നത്, അതേപോലെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അത് നോക്കിക്കോണേ മക്കളെ. ഇത് ഓർത്തോണം കേട്ടോ. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കും. മക്കളെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമ എന്നാണ്. കാരണം പോസിറ്റീവ് നെഗറ്റീവിലേക്കല്ലേ പോണത്. പക്ഷെ അവിടെ അങ്ങനെയല്ല. പോസിറ്റീവിൽ നെഗറ്റീവിലേക്ക് ആകുമ്പോഴത്തേക്കും നമ്മുടെ ആ പോയിന്റ് ലോക്കൽ മാക്സിമയാണ്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വരുമ്പോൾ അത് ലോക്കൽ മിനിമയാണ്. ചിലർക്ക് സംശയം, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്നൊരു സംശയം അല്ലേ. കാരണം പോസിറ്റീവിലേക്ക് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും മിനിമത്തിലേക്കാണല്ലോ പോകുന്നത്. നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പോകുമ്പോൾ അത് മാക്സിമത്തിലേക്കാണല്ലോ പോകുന്നത്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും മക്കളെ. ഇത് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫിൻ്റെ കാര്യമല്ല പറയുന്നത്, എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫിൻ്റെ കാര്യമാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിന് ഒരു ടെസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സംശയമുള്ളത് വായിച്ചു നോക്കാം. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നോട്ട്. ഇതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് മക്കളെ. എഫ് ഡാഷ് എക്സിൻ്റെ സൈൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ എക്സ് ഇൻക്രീസ് ചെയ്യുന്നു, ഇൻക്രീസസ്. ബാക്കി വായിച്ചു നോക്ക്. അങ്ങനെയാണെങ്കിൽ ആ സീനെ പറയുന്ന പേരാണ് ലോക്കൽ മാക്സിമ. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ അതാണ് ആ പോയിന്റാണ് ലോക്കൽ മാക്സിമ. സോ അത് ഇൻക്രീസ് ചെയ്യുവാണ്, അതിനാണ് ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത്. അതേപോലെ എഫ് ഡാഷ് എക്സിൻ്റെ സൈൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ആ സി എന്ന് പറഞ്ഞ പോയിന്റാണ് നമ്മുടെ ലോക്കൽ മിനിമ. ചേഞ്ച് ഒന്നുമില്ല, പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും ചേഞ്ച് ഇല്ലാതെ എപ്പോഴും പോസിറ്റീവിൽ നിന്ന് പോസിറ്റീവാണ് അല്ലെങ്കിൽ നെഗറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ ആ പോയിന്റിന് മാക്സിമം മിനിമം എന്ന് പറയത്തില്ല, അതിനാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള തിയറം 3 ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. കേട്ടോ മക്കളെ, ഇത് വായിച്ച് കൺഫ്യൂഷൻ ആകണ്ടെന്ന് ഓർത്ത് ഞാൻ ഇത്രയും പറഞ്ഞത്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോവുകയാണെങ്കിൽ കണ്ടല്ലോ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോവുകയാണെങ്കിൽ അതാണ് ലോക്കൽ മാക്സിമ. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോവുകയാണെങ്കിൽ ലോക്കൽ മിനിമ. ചേഞ്ച് ഇല്ലെങ്കിൽ അത് ഇൻഫ്ലക്ഷൻ പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുന്ന പോയിന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫൈൻഡ് ദ പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമയല്ലേ ചോദിച്ചത് മക്കളെ. നോക്കി, ഇവിടെ എക്സ് നെഗറ്റീവ് ആണ് അല്ലേ, ഇവിടെ എക്സിൻ്റെ വാല്യൂ നോക്കണേ. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഈ 1ൻ്റെ തൊട്ടിപ്പുറത്തെ വാല്യൂ നെഗറ്റീവ് നോക്കിക്കോണം. 1ൻ്റെ തൊട്ടിപ്പുറത്തെ എക്സ്, 1ൻ്റെ തൊട്ടിപ്പുറത്ത് മക്കളെ ഒന്ന് സൂം ചെയ്യാം. ഓക്കെ, 1ൻ്റെ തൊട്ടിപ്പുറത്തുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കേണ്ടത് 1ൻ്റെ തൊട്ടിപ്പുറത്തുള്ള എക്സിന് നേരെ ആരാണ്, നെഗറ്റീവ് വാല്യൂ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നെഗറ്റീവിൽ നിന്നാണ് ഇങ്ങനെ വരുന്നത്. നെഗറ്റീവിൽ നിന്നും 1ൻ്റെ തൊട്ടിപ്പുറത്തെ വാല്യൂ പോസിറ്റീവ് ആണ്. നോക്കിയാൽ പോസിറ്റീവ് സൈഡിലല്ലേ ഇതൊക്കെ പോസിറ്റീവ് അല്ലേ. യെസ്. അപ്പോൾ ഇത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ പോയിന്റ് എന്താ, 1 എന്ന് പറയുന്ന പോയിന്റ് എന്താണ്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുമ്പോൾ ആ പോയിന്റാണ് ലോക്കൽ മിനിമ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ലോക്കൽ മിനിമ എഴുതാം. ലോക്കൽ മിനിമ പോയിന്റ് ഓഫ്, നമ്മളോട് ചോദിച്ചത് ലോക്കൽ മിനിമ അല്ലെങ്കിൽ പോയിന്റ് ഓഫ്
ലോക്കൽ മാക്സിമം, പോയിന്റ്സ് ഓഫ് ലോക്കൽ മിനിമം. പോയിന്റ്സ് ഓഫ് ലോക്കൽ ഓക്കെ, പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമയും പോയിന്റ്സ് ഓഫ് ലോക്കൽ മിനിമയുമാണ് നമ്മളോട് ചോദിച്ചത്. സോ ഇവിടെ എന്താണ് മക്കളെ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുന്നു. സോ അതാണ് ലോക്കൽ മിനിമ. അപ്പോൾ 1 ആണ് നമ്മുടെ ലോക്കൽ മിനിമ. അപ്പോൾ ലോക്കൽ മിനിമ എന്ന് പറയുന്നത് 1 കിട്ടി. വേറെ വല്ലതും ഉണ്ടോ നോക്കാം. അടുത്തത് അത് കഴിഞ്ഞേ. ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് നോക്കണം മക്കളെ, ഇവിടെ നോക്കുകയാണെങ്കിൽ അടുത്ത 2 നോക്കാം. 2ൻ്റെ അവിടെ 2നെ നോക്കണേ. 2ൻ്റെ തൊട്ടിപ്പുറത്തെ വാല്യൂ പോസിറ്റീവ് അല്ലേ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് 2യിലൂടെ കയറി നെഗറ്റീവിലേക്ക് പോകുന്നു. അപ്പോൾ പോസിറ്റീവിൽ നെഗറ്റീവിലേക്ക് പോകുമ്പോൾ ആരാണ്, ലോക്കൽ മാക്സിമയാണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമയാണ് 2. ഇനിയുണ്ട് അടുത്തത് 3 എന്ന് പറഞ്ഞാൽ എടുത്ത് നോക്കി. 3ൻ്റെ തൊട്ടിപ്പുറത്ത് അല്ലേ, 3ൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവും ഇവിടെ തൊട്ടിപ്പുറത്ത് ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് പോകുന്നത് 3 എന്ന് പറഞ്ഞ പോയിന്റ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് 3ൽ കൂടെ കയറി പോകുന്നത്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വരുമ്പോൾ എന്താണ്, ലോക്കൽ മിനിമ. അപ്പോൾ 3 എന്താണ്, ലോക്കൽ മിനിമയാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് നമ്മുടെ ലോക്കൽ മിനിമ. ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ അല്ലേ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. കൺസെപ്റ്റ് കുറച്ചുണ്ടെങ്കിലും എഴുതാൻ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് മക്കളെ, ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഈസ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്. ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഡിക്രീസുമായിട്ടുള്ള ഇൻ്റർവെൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. മക്കൾ അത് ഇത്രയേ ഉള്ളൂ. f' പോസിറ്റീവ് ആണെങ്കിൽ, f' പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ, f' ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിന് ഇൻക്രീസിങ് എന്ന് പറയും. f' ലെസ് ദാൻ 0 ആണെങ്കിൽ അത് ഡിക്രീസിങ് എന്ന് പറയുന്നു. ഓക്കെ, ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അത് ഡിക്രീസിങ്. നമുക്കറിയാവുന്ന കൺസെപ്റ്റാണ്. ഇവിടെ നോക്കാം, ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ആവുന്ന കേസുകൾ എന്താണ്, f''ൻ്റെ ഗ്രാഫാണിത് എന്ന് പറഞ്ഞിട്ടുണ്ട്. f' പോസിറ്റീവ് ആവുന്ന കേസ് എവിടെയാണ്, ഇവിടെ തൊട്ട് ഇവിടം വരെ പോസിറ്റീവ് അല്ലേടാ മക്കളെ. നമുക്ക് ഇവിടെ തൊട്ട് ഫുള്ള് നോക്കാം. നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് 1 വരെ എന്താണ്, താഴത്തേക്ക് കുറയുവാണ് അല്ലേ, വൈയുടെ താഴത്തേക്കാണെങ്കിൽ ഡിക്രീസിങ് ആണ്. അപ്പോൾ നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് 1 വരെ കുറയുവാണ്. നമുക്കങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് എഴുതി വയ്ക്കാം. നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് 1 വരെ ഫംഗ്ഷൻ ഡിക്രീസസ് ആണ്. അപ്പോൾ എന്ത് എഴുതാം, -1 to -1 to infinity, -infinity to 1, the function is decreasing അല്ലേ, the function is decreasing on, ഇത് അങ്ങനെ എഴുതാം. the function is decreasing on -infinity to -1. പിന്നെ എവിടെയാണ് ഉള്ളത് ഡിക്രീസ് ചെയ്യുന്നത്, ഇവിടം തൊട്ട് ഇവിടം വരെ ഡിക്രീസിങ് ആണ്. ഓക്കെ, -infinity തൊട്ട് -1 വരെ ഡിക്രീസിങ് ആണ്. അതൊക്കെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. -infinity തൊട്ട് 1 വരെ -infinity തൊട്ട് 1 വരെ ഡിക്രീസ് ചെയ്യുന്നു. പിന്നെ കൂടുന്നു അല്ലേ, 1 to 2 വരെ കൂടുന്നു. പിന്നെ കുറയുന്ന എവിടെയാണ്, 2 to 3 വരെ, 2 to 3യിലും കുറയുന്നു ഫംഗ്ഷൻ അല്ലേ, 2 to 3യിലും കുറയുന്നു. അപ്പോൾ നമുക്കിവിടെ രണ്ടെണ്ണം എഴുതി വയ്ക്കാം, -infinity to -1 ആൻഡ് പിന്നെ എവിടെയാടാ 2 to 3, 2,3. മക്കൾ ഇതെല്ലാം ഓപ്പൺ ഇൻ്റർവെൽ കേട്ടോ. ഇൻക്രീസിങ് ഡിക്രീസിങ് എഴുതുമ്പോൾ എപ്പോഴും ഓപ്പൺ ഇൻ്റർവെൽ എഴുതാം കേട്ടോ, ക്ലോസ്ഡ് എഴുതല്ലേ. അതേപോലെ ദ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ് ഓൺ, രണ്ടും ഡിക്രീസിങ് ആണല്ലോ, ഇൻക്രീസിങ് ഓൺ, ഇൻക്രീസ് ചെയ്യുന്ന എവിടെയാണ്, ദേ നോക്കിക്കേ, ഇവിടം തൊട്ട് ഇവിടം വരെ കൂടുക, 1 to 2 വരെ കൂടുന്നു. പിന്നെ 3 തൊട്ട് ഇപ്പുറത്തേക്കും കൂടുന്നു അല്ലേ, പിന്നെ കൂടുമല്ലേ 3 തൊട്ട് അങ്ങോട്ടേക്ക് ഇൻഫിനിറ്റി. അപ്പോൾ 1 to 2 ആൻഡ് 3 to ഇൻഫിനിറ്റി. നിങ്ങൾക്ക് യൂണിയൻ എഴുതാം ഇവിടെ, അല്ലെങ്കിൽ ആൻഡ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 to 2 ആൻഡ് 3 to ഇൻഫിനിറ്റി. ഓക്കെ, അത്ര എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്കായി. രണ്ടും 4 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ, സിമ്പിളാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഇത്ര എഴുതി വെച്ചാൽ മതി കേട്ടോ, ഇൻ്റർവെൽ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നായിരുന്നു. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് വിടാം, ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. 14ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് റൈറ്റ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി എഴുതാനാണ് മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു. ഓർഡർ എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് ഓർഡർ ഇവിടെ 3 ആണ് അല്ലേ, അപ്പോൾ ഓർഡർ 3.
ഡിഗ്രിയോ? എടാ ഹയസ്റ്റ് ഓർഡറിൻ്റെ പവറാണ് ഡിഗ്രി. ഇവിടെ ഹയസ്റ്റ് ഓർഡർ 3 ആണ്. 3ൻ്റെ പവർ 1. സോ ഡിഗ്രി 1. ഓർഡർ 3യും ഡിഗ്രി 1ഉം ആണ്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. dy/dx ഈക്വൽ ടു x²/2y. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, വേരിയബിൾ സെപ്പറബിൾ ആക്കാം അല്ലേ. വൈയുടെ ടേം ഒരു സൈഡിലേക്ക് എടുക്കാം മക്കളെ. സോ ഇവിടെ 2y ഇൻറ്റു dy ഈക്വൽ ടു x² ഇൻറ്റു dx. തുടക്കം തന്നെ ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ എക്സിൻ്റെ ടേം ഒരു സൈഡ്, വൈയുടെ ടേം ഒരു സൈഡ്, അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രൽ എടുക്കാം. വൈയുടെ ഇൻ്റഗ്രൽ എന്ത് വരും? 2 ഇൻറ്റു വൈയുടെ ഇൻ്റഗ്രൽ y²/2 ഈക്വൽ ടു x² ഇൻ്റഗ്രൽ x⁻³ + c. കഴിഞ്ഞു. ഇത്ര എഴുതി വെച്ചാൽ മതി. വേണേൽ 2 ഇൻറ്റും കൂടെ വെട്ടിക്കളയാം. നമ്മുടെ ആൻസർ എന്ത് വരും? y² ഈക്വൽ ടു x²/3 + c എന്ന് എഴുതാം. വേണേൽ 3 ഇപ്പുറത്തേക്ക് എടുത്തു കൊണ്ടുവരാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടം വരെ എഴുതി കഴിഞ്ഞാൽ തന്നെ മാർക്കാണ്. ഡയറക്റ്റ് ഇൻ്റഗ്രൽ 2 സ്റ്റെപ്പിൽ 4 മാർക്ക്. എടാ ഇത് 4 മാർക്കാ? എന്താണ് 4 മാർക്കിനൊക്കെ ചോദിച്ചത്? എന്ത് എളുപ്പമാണ് ഇത്. നോക്കിയാൽ മറ്റേ ക്വസ്റ്റ്യൻ ഇത്രയും കൺസെപ്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ എഴുതാൻ ഡയറക്റ്റ് 2 സ്റ്റെപ്പിനുള്ളിൽ നമ്മുടെ ആൻസർ കഴിഞ്ഞു. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്. ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഇക്വേഷൻ എഴുതാനാണ്. സോ വെക്ടർ ഇക്വേഷനോ കാർട്ടീഷ്യൻ ഇക്വേഷനോ? അവിടെ ഇക്വേഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ രണ്ടും എഴുതി വയ്ക്കാം. അവിടെ വെക്ടർ ഇക്വേഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വെക്ടറും കാർട്ടീഷ്യനും എഴുതി വയ്ക്കാം, നോ പ്രോബ്ലം. അപ്പോൾ മക്കളെ ഇവിടെ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ. സോ അവിടെ അതിനെ നമ്മൾ എ എന്ന് പറഞ്ഞ് എഴുതുക. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് എ എന്ന് പറഞ്ഞ് എഴുതുക. ഫസ്റ്റത്തെ പോയിന്റ്, ആ പോയിന്റ് കടന്നു പോകുന്ന പോയിന്റ് ആണ്, അതിനെ വെക്ടറാക്കി എഴുതിക്കേ. 1i + 2j + 3k. വെക്ടർ ബി എന്ന് പറയുമ്പോൾ ഈ രണ്ടാമത് കിടക്കുന്ന ഈ വെക്ടർ 3i + 2j - 2k. ഇനി നമുക്ക് ആദ്യം വെക്ടർ ഇക്വേഷൻ എഴുതാം. വെക്ടർ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതിയാവും, എങ്കിലും കാർട്ടീഷ്യൻ ഇക്വേഷൻ കൂടെ നമുക്ക് എഴുതി വയ്ക്കാം. 2 മാർക്കല്ലേ വെക്ടർ ഇക്വേഷൻ. വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ r ഈക്വൽ ടു a + λb. അറിയാലോ, നിങ്ങൾക്കറിയാലോ. ഇവിടെ r ഈക്വൽ ടു a എന്താണ്? എ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. 1i എന്ന് ഞാൻ എഴുതിയെന്നുള്ളൂ, i എന്ന് എഴുതിയാൽ മതി. 1i + 2j + 3k. അതാണ് നമ്മുടെ വെക്ടർ എ. പ്ലസ് ലാംഡ ഇൻറ്റു ബി എന്താടാ? ബി ഇതേ 3i + 2j - 2k. വെക്ടർ ഇക്വേഷൻ കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ കൂടെ എഴുതി വെക്കാം. കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്താ? കാർട്ടീഷ്യൻ ഇക്വേഷൻ x - x1/a ഈക്വൽ ടു y - y1/b ഈക്വൽ ടു z - z1/c എന്ന് പറഞ്ഞാൽ ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓൾറെഡി. എക്സ് എന്ന് എഴുതുക. ഈ x1 y1 z1 ഞാൻ പറയാം. ഈ വെക്ടർ ഇക്വേഷൻ നോക്കി നമുക്ക് എഴുതാൻ പറ്റും. എടാ ഇവിടെ കിടക്കുന്ന ഈ കെയുടെയും ജെയുടെയും ഐയുടെയും കോഎഫിഷ്യൻസ് ഇല്ലേ, കൂടെ കിടക്കുന്ന ആ നമ്പേഴ്സ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈനാണ് മുകളിൽ എഴുതേണ്ടത്. ഇവിടെ 1 അല്ലേടാ, +1 അല്ലേ, അപ്പോൾ -1 ഈക്വൽ ടു ഇവിടെ y, ഇവിടെ +2 അല്ലേ, സോ ഓപ്പോസിറ്റ് സൈൻ ഇട് -2 ഈക്വൽ ടു z എഴുതുക. ഇവിടെ +3 അല്ലേ, ഓപ്പോസിറ്റ് ഇട് -3. അപ്പോൾ മുകളിലത്തെ ന്യൂമറേറ്റർ നമുക്ക് കിട്ടി. ഡിവൈഡർ ബൈ ഡിനോമിനേറ്റർ കിട്ടണമെങ്കിൽ ഈ ലാംഡ കഴിഞ്ഞിട്ടുള്ള ടേമില്ലേ, അതിൻ്റെ ആ കോഎഫിഷ്യൻസ് അതേ സൈൻ ഇടുക. പ്ലസ് ആണെങ്കിൽ പ്ലസ്, +3 അല്ലേ, +3 താഴത്തേക്ക് എഴുത്, +3 ഇവിടെ 3, ഇവിടെ 2, ഇവിടെ -2. എന്ത് സിമ്പിളായിട്ട് കാർട്ടീഷ്യൻ ഇക്വേഷൻ കഴിഞ്ഞ് നോക്കി. സോ ഇങ്ങനെ എഴുതാൻ നിങ്ങൾ പഠിച്ചോണം കേട്ടോ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. 2 മാർക്ക് വളരെ എളുപ്പം. നെക്സ്റ്റ് ഷോ ദാറ്റ് ദി ലൈൻസ്, ഈ 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണ് തെളിയിക്കാനാണ് മക്കളെ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ കാർട്ടീഷ്യൻ ഇക്വേഷനോ വെക്ടർ ഇക്വേഷനോ തന്നിട്ട് പെർപെൻഡിക്കുലർ ആണ് തെളിയിക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ഇക്വേഷനാണ് b1.b2 0 ആണെന്ന് തെളിയിച്ചാൽ മതി. ഓർത്ത് വെച്ചോ, b1.b2 0 ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും വെക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഈ ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് നോക്കണമെങ്കിൽ b1ഉം b2 എടുത്ത് എഴുതണം. b1 എന്ന് പറഞ്ഞാൽ താഴെ കിടക്കുന്ന, ഫസ്റ്റത്തേൻ്റെ താഴെ കിടക്കുന്ന ഡിനോമിനേറ്റർ കിടക്കുന്ന ആ വെക്ടേഴ്സ്, ആ നമ്പേഴ്സിനെ വെക്ടറാക്കി എഴുതുക. 7 - 5 1 അല്ലേടാ, അപ്പോൾ b1 എടുത്ത് എഴുതിക്കേ. 7i - 5j + 1k. ഇതിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്, a1 a2 + b1 b2 + c1 c2 = 0 എന്ന് എഴുതാം. ഞാൻ പൊതുവേ ഈ ഒരു ഇക്വേഷൻ വെച്ച് തന്നെ എഴുതാനാണ് കുട്ടികളോട് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഇത് വെച്ച് എഴുതി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. b1.b2 = 0. ഇനി b2 എടുത്ത് എഴുതാം. b2
കാരണം ഇത് എന്തായാലും നമ്മൾ എടുത്തെഴുതാൻ പഠിച്ചു കഴിഞ്ഞു. സോ B1 B2 എടുത്തെഴുതി കഴിഞ്ഞാൽ എളുപ്പമായി. ഈ താഴെ കിടക്കുന്നു അടുത്തതിൻ്റെ 1 2 3. സോ 1i പ്ലസ് 2j പ്ലസ് 3k. ഇനി എന്ത് ചെയ്യാം? B1 ഡോട്ട് B2 എടുക്കാം. B1 ഡോട്ട് B2 എന്ന് പറയുമ്പോൾ ഐയുടെ ടേം തമ്മിൽ ഇൻറ്റു ചെയ്യുക പ്ലസ് ജെയുടെ ടേം തമ്മിൽ ഇൻറ്റു ചെയ്യുക പ്ലസ് അങ്ങനെ. അപ്പോൾ ഇവിടെ 7 ഇൻറ്റു 1 പ്ലസ് ജെയുടെ ടേം -5 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 3 ആഡ് ചെയ്യടാ. 7 മൈനസ് 10 പ്ലസ് 3. 7 3 10, 10 10 കുറച്ചാൽ 0. കിട്ടിയില്ലേ? Therefore B1 ഡോട്ട് B2 അല്ലേ. Therefore the lines are perpendicular. Therefore the lines are perpendicular. ലൈൻസ് പെർപെൻഡിക്കുലർ എന്ന് ചോദിച്ചത് വളരെ എളുപ്പം ഇങ്ങനെ കിട്ടും കേട്ടോ. എത്ര മാർക്കാടാ? 2 മാർക്ക്. 2 2 4 മാർക്ക്. ഓക്കെ, നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് പ്രോബബിലിറ്റി എന്നായിരുന്നു. ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ട് തോന്നി കാണും ഇത്. ഓക്കെ, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ ആൻ ഏൺ കണ്ടെയ്ൻസ് 4 സിൽവർ കോയിൻ ആൻഡ് 4 ഗോൾഡ് കോയിൻസ്. ഒരു ഏൺ എന്ന് പറയുമ്പോൾ ഒരു കൂട അല്ലെങ്കിൽ ഒരു ബാഗ്, ഒരു ഡപ്പ എന്നൊക്കെ പറയാം നമുക്ക് കേട്ടോ. ഏണിനകത്ത് 4 സിൽവർ കോയിനും 4 ഗോൾഡ് കോയിനും ഉണ്ട്. അപ്പം നമുക്ക് ആ ഏൺ ഒന്ന് വരച്ചു നോക്കാം. മറ്റൊരു ഏൺ, രണ്ടാമത്തെ ഏണുണ്ട്. ഓക്കെ, 2 എണ്ണം വരയ്ക്കാം. ഒരു ഏണിനകത്ത് 4 സിൽവറും 4 ഗോൾഡും ഉണ്ട്. ഇത് ഫസ്റ്റ്. സെക്കൻഡ് ഏണിനകത്ത് 2 സിൽവറും 6 ഗോൾഡും ഉണ്ട്. ഓക്കെ, ആൻ ഏൺ ഈസ് ചോസൺ അറ്റ് റാൻഡം ആൻഡ് എ കോയിൻ ഈസ് ഡ്രോൺ ഫ്രം ഇറ്റ്. ഏതോ ഒരു ഏൺ എന്ന് പറയുമ്പോൾ ഒരു കൂട അല്ലെങ്കിൽ ഒരു ഡപ്പ അല്ലെങ്കിൽ ഒരു ബാഗ്, ഒരു പെട്ടി, എന്തെങ്കിലും ആയിക്കോട്ടെ. ഏതോ ഒരു ഏൺ ഞാൻ ചൂസ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്നൊരു കോയിൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ പ്രോബിലിറ്റി ദാറ്റ് ഡ്രോൺ കോയിൻ ഈസ് ഗോൾഡ് കോയിൻ? മക്കൾ, ഇവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. സാധാരണ ചോദിക്കണ എങ്ങനെയാന്ന് പറഞ്ഞാൽ അത് ഗോൾഡ് കോയിൻ ആണ്, അത് സെക്കൻഡ് ഏണിൽ നിന്നുള്ള പ്രോബിലിറ്റി. അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ കിട്ടി, അത് ഫസ്റ്റ് ഏണിൽ നിന്നുള്ള പ്രോബിലിറ്റി. മക്കളെ, സയൻസ് കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ബേസ് തിയറം ആണെങ്കിലും ഇവർ ചോദിച്ചിട്ട് കണ്ടല്ലോ, അത് എടുത്ത കോയിൻ ഗോൾഡ് ആണ്, ഗോൾഡ് ആകാനുള്ള പ്രോബിലിറ്റി ഇത്രേ ചോദിച്ചുള്ളൂ. അത് സെക്കൻഡ് ആണോ ഫസ്റ്റ് ആണോ ചോദിച്ചിട്ടില്ല. പക്ഷേ അത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അത് സെക്കൻഡ് ഏണിൽ നിന്നുള്ള പ്രോബിലിറ്റി. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോഴാണ് ബേസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. ഇത് അധികം അങ്ങനെ ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇവിടെ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്മുടെ ബേസ് തിയറം തന്നെയാണ്, പക്ഷേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്ന പരിപാടിയാണെന്ന് പറഞ്ഞാൽ, എപ്പോഴാണ് ഇത് ഉപയോഗിക്കേണ്ടത് നോക്കിക്കോണേ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, നമ്മൾ ഏതൊരെണ്ണത്തിനകത്ത് ഗോൾഡ് കോയിൻ എടുത്തു, കിട്ടിയത് ഗോൾഡ് കോയിൻ, കിട്ടിയത് ഗോൾഡ്. സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കിട്ടിയത് ഗോൾഡ് ആണ്, സെക്കൻഡിൽ നിന്നാകാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ എഴുതും E1 E2 എന്നൊക്കെ പറഞ്ഞ് എടുത്തെഴുതും. ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ട്, അതൊക്കെ ഒന്ന് തുടക്കം എഴുതി വെക്കാം. E1 എന്ന് പറയുമ്പോൾ ചൂസിങ് ഫസ്റ്റ് ഏൺ അല്ലേ, ഏൺ 1. E2 സെക്കൻഡ് ഏൺ 2. അങ്ങനെ ഇരിക്കട്ടെ. എ എന്ന് പറയുന്ന ഇവന്റ് എന്താണ്? ഗോൾഡ് കോയിൻ. സാധാരണ ഇങ്ങനെയൊക്കെ എഴുതി വെക്കും നമ്മൾ. അപ്പോൾ ഇത് സെക്കൻഡ് ഗോൾഡ് കോയിൻ കിട്ടി, അത് ഫസ്റ്റ് ഏണിൽ നിന്നാണെങ്കിൽ നമ്മൾ എഴുതും E1 ഗിവൺ എ, പി ഓഫ് E1 ഗിവൺ എ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടാണ് നമ്മുടെ ബേസ് തിയറം. പക്ഷേ ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് അത് ഗോൾഡ് കോയിൻ ആകാനുള്ള പ്രോബബിലിറ്റി അത് ഏത് ഏണിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഗോൾഡ് കോയിൻ ആകാനുള്ള പ്രോബബിലിറ്റി അല്ലേടാ. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് എ ആണ്. ഒന്നുമില്ല, വലിയ പാടൊന്നുമില്ല. പി ഓഫ് എ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോബബിലിറ്റിയാണ്. അത് കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റത്തേണ്ട് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ബേസ് തിയറത്തിൻ്റെ ഡിനോമിനേറ്ററിലേടാ, ടോട്ടൽ എഴുതത്തില്ലേടാ, ആ സാധനമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ ബേസ് തിയറത്തിൻ്റെ ഡിനോമിനേറ്റർ കൺസെപ്റ്റ് അറിയാവുന്ന കുട്ടികളോട് പറയുന്നത്, മക്കളെ ബേസ് തിയറത്തിൻ്റെ ഡിനോമിനേറ്റർ ഏതാണ് ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ ഡിനോമിനേറ്റർ എന്താണോ അത് ഇങ്ങോട്ട് എഴുതിയാൽ മതി. അതാണ് ടോട്ടൽ പ്രോബബിലിറ്റി. ഏതിനകത്ത് നിന്ന് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പോൾ അതിനുള്ള സാധ്യതകൾ മൊത്തം എഴുതുക, അത്രേ ഉള്ളൂ എന്ന് പറയുന്നത്. നോക്കിക്കോണേ, പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1, 2 ഏണല്ലേ ഉള്ളത്. സോ ഫസ്റ്റത്തെ ഏണിൻ്റെ എഴുതി, പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2. മക്കളെ, ബേസ് തിയറത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ വിശദമായിട്ട് നമുക്കത് ചെയ്യാം, അതിലേക്ക് വരാൻ ഞാൻ ഇതാണ് ചെയ്യേണ്ടത്, ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇവിടെ പി ഓഫ് E1, പി ഓഫ് എ ഗിവൺ E1 ഇതെല്ലാം നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. പി ഓഫ് E1 എന്താണ്? പി ഓഫ് E1 എന്ന് പറഞ്ഞാൽ 2 ഏണുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ ഏൺ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്ര ഏണുണ്ട്? 2 ഏൺ. അതിനകത്തെ ഫസ്റ്റത്തെ ഏൺ കിട്ടുക എന്ന് പറഞ്ഞാൽ 1/2.
പി ഓഫ് E2. രണ്ടാമത്തെ ഏൺ കിട്ടുക എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഏൺ എന്ന് പറയുമ്പോൾ ഒരു ഏണല്ലേ ഉള്ളൂ, രണ്ടാമത്തെ ഏൺ ഒരെണ്ണല്ലേ ഉള്ളൂ, 1/2. ഇനി പി ഓഫ് എ ഗിവൺ E1. ഇതെന്താടാ? ഫസ്റ്റത്തെ ഏണിൽ നിന്നും എ കിട്ടണം. ഫസ്റ്റത്തെ ഏൺ എന്താണ്? ഫസ്റ്റത്തെ ഏണിൽ നിന്നും എ എന്ന് പറഞ്ഞാൽ ഗോൾഡ് കോയിൻ. ഒന്നാമത്തെ ഏണിൽ നിന്നും ഗോൾഡ് കോയിൻ കിട്ടണം. ഒന്നാമത്തേനകത്ത് ഗോൾഡ് കോയിൻ്റെ എണ്ണം എത്രയാടാ? 4/, ടോട്ടൽ 8. സോ അത് 4/8. ഇനി അടുത്തത് പി ഓഫ് എ ഗിവൺ E2. അതെത്രയാണ്? രണ്ടാമത്തേൽ നിന്ന് എത്ര എണ്ണമാണ്? രണ്ടാമത്തേൽ നിന്ന് ഗോൾഡ് കോയിൻ കിട്ടണം. കണ്ടല്ലോ, E2വിൽ നിന്ന് എ കിട്ടണം, രണ്ടാമത്തേൽ നിന്ന് ഗോൾഡ് കോയിൻ. രണ്ടാമത്തെ ഗോൾഡ് കോയിൻ്റെ പ്രോബിലിറ്റി 6/8. ഇത് 6/8 വേണം ഇവിടെ കട്ട് ചെയ്ത് കളയാം. 4/8 എന്ന് പറയുമ്പോൾ 1/2. 6/8 എന്ന് പറയുമ്പോൾ 6ൻ്റെ പകുതി 3, 8ൻ്റെ പകുതി 4. അങ്ങനെ വേണം എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇൻഡ്യൂ ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് വെട്ടിക്കളയണമായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് കിടക്കണമായിരിക്കും നല്ലത് അല്ലേടാ? 4/8 6/8 എന്ന് കിടന്നോട്ടെ. വെട്ടിക്കളയാൻ കുറച്ചുകൂടെ എളുപ്പം എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് എഴുതാനായിരിക്കും. ഓക്കെ, കാരണം ഒരുമിച്ച് ആഡ് ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ പി ഓഫ് E1 എന്താടാ? 1/2. നേരെ ഇട്ട് കൊടുക്ക്. ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 എന്ന് പറയുമ്പോൾ 4/8 പ്ലസ് പി ഓഫ് E2. പി ഓഫ് E2 1/2 6/8. 1/2 ഇൻറ്റു 6/8. രണ്ടും 8 തന്നെയല്ലേ? യെസ്. സോ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക, എന്നിട്ട് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക, ആഡ് ചെയ്യാം. അപ്പോൾ ഇത് 4/8 × 2 16 പ്ലസ് ഇവിടെ 6/8 × 2 16. അപ്പോൾ 16 ഇവിടെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 4ഉം 6ഉം 10. കണ്ട, ഇതിന് വേണ്ടി ഞാൻ വെട്ടാതിരുന്നത് കേട്ടോ. 6 4 10, 10/16 എന്ന് കിട്ടും. വെട്ടിക്കളയാം, ഇനി വെട്ടിക്കളയാം. 10ൻ്റെ പകുതി 5, 16ൻ്റെ പകുതി 8. 5/8 ആണ് നമ്മുടെ ആൻസർ, ഫസ്റ്റത്തെ ആൻസർ. ഇതാണ് ടോട്ടൽ പ്രോബിലിറ്റി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. അത് ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ സെലക്ടഡ് കോയിൻ ഈസ് ഡ്രോൺ ഫ്രം. സെലക്ട് ചെയ്ത കോയിൻ എന്താണ്? ഗോൾഡ് കോയിൻ. ആ ഗോൾഡ് കോയിൻ സെക്കൻഡ് ഏണിൽ നിന്നാണുള്ള പ്രോബിലിറ്റി. അപ്പോൾ ഇവിടെയാണ് ബേസ് തിയറം. കണ്ടല്ലോടാ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നുണ്ടല്ലോ. പി ഓഫ് എന്താടാ? സെക്കൻഡ് ഏണിൽ നിന്ന് ഗോൾഡ് കോയിൻ അല്ലേ? സെക്കൻഡ് ഏണിൽ നിന്ന് ഗോൾഡ് കോയിൻ, ഗോൾഡ് കിട്ടണം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടല്ലോടാ മക്കളെ, സെക്കൻഡ് ഏണിനെ നമ്മൾ പറയുന്നത് E1 ഗിവൺ ഗോൾഡ് കോയിന് എ. എന്താ അതിൻ്റെ ഇക്വേഷൻ? നല്ല ട്രിക്ക് എന്താണ്? ആദ്യം നമ്മൾ E1 ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ന്യൂമറേറ്ററിൽ E1ൻ്റെ ടേംസ് എഴുതുക. എന്താണ് E1ൻ്റെ ടേംസ്? പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 ബൈ താഴത്ത് ടോട്ടൽ. ടോട്ടൽ എന്ന് പറയുമ്പോൾ ആദ്യം E1ൻ്റെ എഴുതുക ഇതേപോലെ, പി ഓഫ് E1 ഇൻറ്റു ഇത് തലരിച്ചിടുക, പി ഓഫ് എ ഗിവൺ E1 പ്ലസ് പി ഓഫ് E2 ഇൻറ്റു എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരേപോലെ ഇങ്ങനെ എഴുതി വെക്കുക. ഇവിടെ 2 എണ്ണം ഉള്ളത്, സോ 2 എണ്ണത്തിൻ്റെ ഇങ്ങനെ എഴുതി. മക്കളെ കണ്ടല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞ ബേസ് തിയറത്തിൻ്റെ ഡിനോമിനേറ്ററാണ് ടോട്ടൽ പ്രോബിലിറ്റിയുടെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. ഇത് ഓൾറെഡി കണ്ടുപിടിച്ചു. ഇത് എത്രയാണിത്? 5/8. നേരെ അവിടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഫസ്റ്റത്തെ നിന്ന് സെക്കൻഡ് കണ്ടുപിടിക്കാനാണ്. സോ ഫസ്റ്റത്തെ ആ നേരെ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ഇനി മുകളിലത്തെ എന്താണ്? പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1. പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 1/2 ഇൻറ്റു 4/8. 1/2 ഇൻറ്റു 4/8 ബൈ താഴത്തെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സോ അത് വീണ്ടും ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എത്രയാണ്? 5/8. 5/8 അത് നമുക്ക് വേണമെങ്കിൽ വെട്ടാത്ത എടുത്തിടാം അല്ലേ? 10/16 എന്നിടാം, കുറച്ചൊരു എളുപ്പമുണ്ടല്ലോ. ആ വെട്ടാത്ത എടുത്തെഴുതാം, 10/16. അപ്പോൾ വെട്ടിക്കളയാൻ എളുപ്പമുണ്ട്. കണ്ടല്ലോടാ, വെട്ടിയതല്ല, ഞാൻ വെട്ടാത്ത എടുത്തെഴുതുവാണ്. 10/16 എടുത്തെഴുതുക. അപ്പോൾ 16 വെട്ടിക്കളയാം. ഇല്ലേ, കാൽക്കുലേറ്റർ നിങ്ങൾ അടിച്ചു കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മുകളിൽ എന്ത് വരും? 4/16 ബൈ താഴത്ത് 10/16. 16ഉം 16ഉം കട്ട് ചെയ്ത് കളയാം. ആൻസർ 4/10 വരും. ഇനി വേണേൽ കട്ട് ചെയ്ത് കളഞ്ഞു. 4/10 2/5. 2/5 കിട്ടും നമ്മുടെ ആൻസർ. ഇതാണ് ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഫസ്റ്റത്തെ മാത്രമായിരിക്കും. 2 വീതമായിരിക്കും മാർക്ക് തരുന്നത് കേട്ടോ. അത് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. സോ നമ്മുടെ ആ ഒരു പാർട്ടിൻ്റെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കുള്ളത് ലാസ്റ്റ് പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ലാസ്റ്റ് എസ് എ ക്വസ്റ്റ്യൻസ് ആണ്. എസ് എ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഡിറ്റർമിനൻസി എന്നാണ് അല്ലേ? നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ. ഇതിനവിടെ കളർ വരാത്ത. ഓക്കെ, ഡിറ്റർമിനൻസി എന്നാണ് ചോദിച്ചത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് അറ്റ് ജിയെ കണ്ടുപിടിക്കുക, ഫൈൻഡ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് സോൾവ് ചെയ്യാം. ഇത് തന്നെയല്ലേ തന്നിരിക്കുന്നത്? കണ്ടല്ലോ, ഇത് തന്നെ തന്നിരിക്കുന്നത്. ഓക്കെ, ഫൈൻഡ് അറ്റ് ജിയെ കണ്ടുപിടിക്കാം. 6 മാർക്കാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് എത്തത് അറ്റ് ജിയെ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അറ്റ് ജിയെ കണ്ടുപിടിക്കണമെങ്കിൽ അറ്റ് ജിയെ കണ്ടുപിടിക്കണം. ഒറ്റ സ്റ്റെപ്പിൽ എഴുതാനുള്ളതൊക്കെ. അറ്റ് ജി എ 1 മാർക്കല്ലേ?
1 മാർക്കല്ലേടാ മക്കളെ. അഡ്ജി എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? അതിന് വേണ്ടിയതേ ട്രിക്കാണ് മക്കളെ, ഓർത്ത് നോക്കിക്കോണേ. ഈ 5 3 ഇത് കണ്ടോ, 5 2 7 3 2/2ൻ്റെ അഡ്ജി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഈ 5 3 കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. 5 3 കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അപ്പോൾ എന്ത് വരും? 5 3 പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. നമ്മൾ ഈ കസേര കളിക്കണ പോലെ 5 3 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. 3 5. ഓക്കെ ഓക്കെ അല്ലേ? സോ അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഇവന്മാരുടെ സൈനും മാറ്റുക. ഒന്നുകൂടെ പറയാം, ഈ ഡയഗണലിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. ട്രിക്കാണ്, വേറെ ഒറിജിനൽ മെത്തേഡ് ആണ്, അത് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ പെട്ടെന്ന് പറയുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, ഇവൻ്റെ സൈൻ മാറ്റുക. ഓക്കെ, 3 നേരെ ഇവിടെ പോയി, 5 നേരെ ഇവിടെ വന്നു. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ഇവന്മാർ തമ്മിൽ മാറിയത് ഇവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. നേരെ നെഗറ്റീവ്, എന്തോ നെഗറ്റീവ് പറഞ്ഞു എന്ന് ഓർത്താൽ മതി. ഇവന്മാർ തമ്മിൽ മാറി, ഇവന്മാർ നെഗറ്റീവ് പറഞ്ഞു. അപ്പോൾ 5 3 കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നെഗറ്റീവ്. എന്താ നെഗറ്റീവ്? ഇവൻ നേരെ -2 ആയി, ഇവൻ നേരെ -7 ആയി. അവന്മാർ പരസ്പരം മാറില്ല. അവന്മാർ നെഗറ്റീവ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ മാറി എന്ന് കുറ്റം പറയുന്ന ആൾക്കാരല്ലേ, അവന്മാർ ഇങ്ങനെ മാറിയുന്നു. ഓക്കെ, അവന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു സാധനം നിങ്ങൾ ഓർത്താൽ മതി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, അത് അവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല, നെഗറ്റീവ് അടിച്ചു. ഓക്കെ, ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, ഇവർ നെഗറ്റീവ് അടിച്ചു. ഓക്കെ, അതാണ് അഡ്ജി. ഫസ്റ്റത്തെ കഴിഞ്ഞു. സെക്കൻഡ് എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ് മക്കളെ? ഫസ്റ്റ് സെക്കൻഡിൻ്റെ സെക്കൻഡ് അല്ലേടാ? യെസ്, സെക്കൻഡ് എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ 1/det ഇൻറ്റു അഡ്ജി എ. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിക്കണം അല്ലേ? ഡിറ്റർമിനൻ്റ് എ എന്താടാ? ഇവിടെ ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിച്ചേക്കാം. ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുമ്പോൾ 5 × 3 15 മൈനസ് 2 × 7 14. 15 നിന്ന് 14 കുറച്ചാൽ 1. അപ്പോൾ ഇത് 1 വരും അല്ലേ? അപ്പോൾ ഇത് 1/1 ഇൻറ്റു അഡ്ജി എ. അഡ്ജി എന്ന് പറയുമ്പോൾ 3 - 2 3 - 2 -7 5 -7 5. ഓക്കെ, 1/1 എന്ന് പറയുമ്പോൾ 1 തന്നെ അല്ലേ? അപ്പോൾ 1 തന്നെ, അത് തന്നെ വരും. അഡ്ജി എന്ന് പറയുമ്പോൾ അഡ്ജി തന്നെ വരും നമ്മുടെ ഇൻവേഴ്സും. 1/1 1 ആണല്ലോ. സോ ഞാൻ വീണ്ടും ഇങ്ങനെ എടുത്ത് എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞു. എത്ര മാർക്കായി? 2 മാർക്ക്. 2 1 3 മാർക്കായി. എന്നിട്ട് സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. 5x + 2y = 4, 7x + 3y = 5. നമുക്ക് ഇക്വേഷൻ എടുത്ത് എഴുതാം. 5x + 2y = 4, 5x + 2y = 4, 7x + 3y = 5, 7x + 3y = 5, 7x + 3y = 5. ഓക്കെ മക്കൾ, ഇവിടെ നമ്മൾ എ ആദ്യം എടുത്തെഴുതണം അല്ലേ? നിങ്ങൾ എടുത്തെഴുതിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. എ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ കോഎഫിഷ്യൻസ് അല്ലേ? 5 2 7 3, 5 2 7 3. എടുത്തെഴുതിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റി. ഇവൻ തന്നെയാണ് നമ്മുടെ എ. അപ്പോൾ ഡിറ്റർമിൻ്റ് എ ഒക്കെ കണ്ടുപിടിച്ച്, എ ഇൻവേഴ്സ് എല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അവിടെ. സോ നമുക്ക് വീണ്ടും അതിൻ്റെ ആവശ്യമില്ല. 3 മാർക്ക് സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. 5 2 7 3. ഇതേ 5 2 7 3. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് നമ്മുടെ കോഎഫിഷ്യൻസ് എക്സും വൈയും. അടുത്ത ബി എന്ന് പറയുന്നത് റൈറ്റ് സൈഡ് കിടക്കുന്ന നമ്പേഴ്സ് 4 5. എല്ലാം എടുത്തെഴുതി. ഡിറ്റർമിനൻ്റ് എ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി കണ്ടുപിടിച്ചു. എങ്കിലും എഴുതാം. ഡിറ്റർമിനൻ്റ് എ 1. അഡ്ജി എ, ഇതെന്തിന് ഇതൊക്കെ എഴുതണേ അല്ലേ? എല്ലാം കണ്ടുപിടിച്ചില്ലേ? എ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? അതങ്ങ് എടുത്തെഴുതിക്കേ. എ ഇൻവേഴ്സ് എന്താണ്? 3 - 2 - 7 5. 3 - 2 - 7 5. ഓൾറെഡി കണ്ടുപിടിച്ചാണല്ലോ, വീണ്ടും സമയം കളയേണ്ട കാര്യമില്ല. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള അതിനകത്ത് പാടായിട്ടുള്ളൊരു പരിപാടി. ലാസ്റ്റ് സ്റ്റെപ്പ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എക്സ് = എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നാണ് അല്ലേ? എക്സ് എന്താടാ? എക്സ് എന്ന് പറയുന്നത് എക്സും വൈയും ഈക്വൽ ടു എ ഇൻവേഴ്സ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. 3 - 2 - 7 5 ഇൻറ്റു ബി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എഴുതിയ സംഭവം 4 5 4 5. അങ്ങ് ഇൻറ്റു ചെയ്താൽ നമ്മുടെ ആൻസറായി. എങ്ങനെയാണ്? ഡയറക്റ്റായിട്ട് ഇൻറ്റു ചെയ്യാമല്ലോ. ഇത് ഇൻറ്റു ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തോ. 3 × 4 12 പ്ലസ് -2 × 5 -10. 12 നിന്ന് 10 കുറച്ചാൽ 2. അടുത്തത് -7 × 4 -28 പ്ലസ് 5 × 5 25. അപ്പോൾ അത് -3 വരും അല്ലേ? -3. മക്കളെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സും വൈയും കിട്ടിയില്ല ആൻസർ. എക്സും വൈയും. ദെയർഫോർ x = 2, y = -3. കിട്ടിയ ആൻസർ. ഈ ആൻസർ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഈ 2 -3 എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്ത് നോക്ക്. ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് നോക്ക്. ഇവിടെ 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 10 പ്ലസ് -3 അല്ലേ? ഇവിടെ -3 ഇട്ട് കൊടുക്കുക. 2 × -3 അപ്പോൾ -6. അത് എത്ര കിട്ടും? 4 കിട്ടണമെങ്കിൽ നമ്മുടെ ആൻസർ ശരിയാണ്.
4 കിട്ടിയത്. യെസ്, അപ്പം നമ്മുടെ എക്സും വൈയും കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സമാധാനത്തോടെ എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങാം. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ വെക്ടറിൽ നിന്നായിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഇഫ് എയും ബിയും തന്നിട്ടുണ്ട്, എ ഡോട്ട് ബി ഫൈൻഡ് എ ഡോട്ട് ബി ആൻഡ് ഓൾസോ റൈറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഓക്കെ, എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം നമുക്ക് എഴുതാം, എ ഡോട്ട് ബി കണ്ടുപിടിക്കണം അല്ലേ. എയും ബിയും അങ്ങ് എടുത്ത് എഴുതിക്കോ. എ ഈസ് ഈക്വൽ ടു 5y മൈനസ് ജെ പ്ലസ് 3k, ബി എന്ന് പറയുമ്പോൾ 4i പ്ലസ് 2j മൈനസ് 6k. സോ എ ഡോട്ട് ബി കണ്ടുപിടിക്കാം. ആദ്യം എ ഡോട്ട് ബി ഡോട്ട് എങ്ങനെയാണ് എടുക്കേണ്ടത്? ഐയുടെ ടേം തമ്മിൽ ഇൻറ്റു ചെയ്യുക. 5 ഇൻറ്റു 4 പ്ലസ് ജെയുടെ ടേം ഇവിടെ 1ഉം ഇവിടെ 2ഉം, ഇവിടെ -1 സോ -1 ഇൻറ്റു 2 പ്ലസ് കെയുടെ ടേം 3 ഇൻറ്റു -6. എത്ര കിട്ടിയിടാം? 5 ഇൻറ്റു 4 20 മൈനസ് 2 മൈനസ് 18. 20 മൈനസ് 20 0 വരുമോ? 0 വരും അല്ലേ മക്കളെ? 0 കിട്ടും അതിൻ്റെ ആൻസർ. ഓക്കെ ആണോ? യെസ്, 0 കിട്ടും. അപ്പോൾ പിന്നെ ആംഗിളും കണ്ടുപിടിക്കുന്ന കാര്യമില്ല, ആംഗിൾ 0 തന്നെ ആയിരിക്കും. എങ്കിലും നമുക്കത് എഴുതാം, ചോദിച്ചോല്ലോ, 2 മാർക്കല്ലേ മക്കളെ. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. കൂടുതലായിട്ട് എയും ബിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, കാരണം എന്താ, ഇത് 0 ആണ്. 0 ബൈ എന്ത് വന്നാലും 0 തന്നെയല്ലേ ആൻസർ. ഇവിടെ 0 എന്നങ്ങ് എഴുതിയാൽ മതി. എ ഡോട്ട് ബി വീണ്ടും മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, കാരണം 0 കിട്ടി, ആൻസർ 0 തന്നെ. കോസ് തീറ്റ ഈസ് ഈക്വൽ 0 കിട്ടി. അപ്പോൾ കോസ് തീറ്റ 0 കിട്ടിയെങ്കിൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0 കിട്ടി. അങ്ങനെയാണെങ്കിൽ തീറ്റ എത്രയാണ് മക്കളെ? കോസിൻ്റെ വാല്യൂ 0 കിട്ടുന്ന ആംഗിൾ ഏതാണ്? തീറ്റ ഈസ് ഈക്വൽ ടു π/2 90, അല്ലെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് എഴുതാം. ഏത് വേണേൽ എഴുതാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം. ആംഗിൾ കണ്ടുപിടിക്കാനാണ്, സോ തീറ്റ ഈസ് ഈക്വൽ ടു 90 കിട്ടും. ഓക്കെ, ഫസ്റ്റത്തെ കഴിഞ്ഞു. സെക്കൻഡ്, ഫൈൻഡ് എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ. എയും ബിയും തന്നിട്ടുണ്ട്, എ ക്രോസ് ബി കണ്ടുപിടിക്കുക, പാരലോകത്തിൻ്റെ ഏരിയയും കണ്ടുപിടിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എയും ബിയും തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ 2i പ്ലസ് ജെ പ്ലസ് 3k. എ ഈസ് ഈക്വൽ ടു 2i പ്ലസ് ജെ പ്ലസ് 3k. ബി ഈസ് ഈക്വൽ ടു 2i പ്ലസ് ജെ പ്ലസ് 3k. ബി ഈസ് ഈക്വൽ ടു 3i പ്ലസ് 5j മൈനസ് 2k. ഓക്കെ, അപ്പോൾ നമുക്ക് എ ക്രോസ് ബി കണ്ടുപിടിക്കാനല്ലേ. എ ക്രോസ് ബി, ആദ്യം i, പിന്നെ ജെ, പിന്നെ കെ. ഇവിടെ 2 1 3 എയുടെ ടേം എഴുതുക, പിന്നെ ബിയുടെ ടേം 3 5 മൈനസ് 2. ഡയറക്റ്റ് എടുക്കാനാണ്, നമുക്കറിയാം i ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്ക്. -2 മൈനസ് 5 × 3 15. അപ്പോൾ ഇത് -17 മൈനസ് ജെ ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കുക. 2 × -2 -4 പ്ലസ് അല്ല മൈനസ്, ഞാൻ ഈ മൾട്ടിപ്ലിക്കേഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടേ. 2 × -2 -4 മൈനസ് 3 × 3 9. ഇത് -13 പ്ലസ് കെ ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കുക. 2 × 5 10 മൈനസ് 1 × 3 3. 10 ന്ന് 3 കുറച്ചാൽ 7. അപ്പോൾ ഇതെന്ത് തോന്നറാ? -17i പ്ലസ് 13j പ്ലസ് 7k എന്ന് കിട്ടും നമ്മുടെ എ ക്രോസ് ബി. കിട്ടിയില്ലേ? എ ക്രോസ് ബി കണ്ടുപിടിച്ചില്ലേ? നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? സെക്കൻഡ്, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി പാരലോഗ്രാം. പാരലോകത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് മക്കളെ ആൻസർ? സെക്കൻഡ് പാർട്ടല്ലേ ഇത്? ഇത് ബി പാർട്ടിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടിൻ്റെ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ടിൻ്റെ സെക്കൻഡ് പാർട്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി കണ്ടുപിടിക്കണം. സിമ്പിൾ പരിപാടി അല്ലേ? -17 സ്ക്വയർ 289 പ്ലസ് 13 സ്ക്വയർ 169 പ്ലസ് 7 സ്ക്വയർ 49. തമ്മിൽ ആഡ് ചെയ്യണം മക്കളെ. 289 169 449
9 3 27, 2 8 2 10, 19 20, 2 2 2 45, റൂട്ട് 507. യെസ്, റൂട്ട് 507 എന്ന് ഇട്ടാൽ മതി. അത്രയും സ്ക്വയർ യൂണിറ്റ്സ്. ഇതാണ് നമ്മുടെ ഏരിയ ഓഫ് പാരലോഗ്രാം. ദെയർഫോർ ഏരിയ ഓഫ് പാരലോഗ്രാം ഈക്വൽ ടു മോഡ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആണ്. അത് റൂട്ട് 507 സ്ക്വയർ യൂണിറ്റ്സ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ് എന്ത് ചെയ്യണം? ഇതിന്റെ പകുതി ഹാഫ് ഇൻറ്റു മോഡ് എ ക്രോസ് ബി, അല്ലെ ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് എ ക്രോസ് ബി. ഓക്കെ, ഇപ്പോൾ ട്രയാങ്കിൾ ഏരിയ ആണെങ്കിൽ ഹാഫ് ഇൻറ്റു റൂട്ട് 507 എന്ന് എഴുതി വെച്ചാൽ ആൻസറായി. ഓക്കെയാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ. 19th ക്വസ്റ്റ്യൻ ഡെറിവേറ്റീവ് എന്നായിരുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അടുത്തതും ചോദിച്ചിരിക്കുന്നത്. ഇഫ് വൈ ഇസ് ഈക്വൽ ടു ഇതാണെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പം നമുക്കത് എടുത്തെഴുതാം. ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ എടുത്തെഴുതുക മക്കളെ. വൈ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എടുത്തെഴുതുക. വൈ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ ചോദിച്ചത്. വൈ ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 2x സ്ക്വയർ പ്ലസ് 3. ഈ സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മക്കളെ ഇതിന് ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷെ അവർ ചോദിച്ചത് ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് ഈ സിമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അല്ല എനിക്ക് സിമ്പിൾ ആയതുകൊണ്ടല്ല കേട്ടോ. ഈ സാറെന്താ എല്ലാം സിമ്പിൾ എന്ന് പറയണേ എന്ന് നിങ്ങൾ ഓർക്കും. ഇതിനകത്ത് ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ ഉണ്ട്. പക്ഷേ അവർ ചോദിച്ചിരിക്കുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കി, ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഡി വൈ ബൈ ഡി എക്സ്. 2 മാർക്ക് അതിന്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ, 2x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 4x, 3യുടെ ഡെറിവേറ്റീവ് 0. കഴിഞ്ഞു. വീണ്ടും ഒന്നുകൂടെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കാം. 3x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 6x, 4xൻ്റെ ഡെറിവേറ്റീവ് 4. കഴിഞ്ഞു. 6x + 4 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്? ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാനാണ്. ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ശരിക്കും ഇത് ബിയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ മതി. എയും ബിയും ചോദിക്കാനുള്ളതിന് പകരം സെക്കൻഡിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഇസ് ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ പ്ലസ് 5. വൈ ഇസ് ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ പ്ലസ് 5. ഡെറിവേറ്റീവ് എടുക്കാനാണ്. ഡി വൈ ബൈ ഡി എക്സ് എടുത്താൽ മതി. സോ രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കാം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ആദ്യം സൈൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു പിന്നെ അകത്തത്തിൻ്റെ ഡെറിവേറ്റീവ്. ചെയിൻ റൂൾ ആണ്. ആദ്യം പുറത്തത്തിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു ഇൻറ്റു അകത്തത്തിൻ്റെ ഡെറിവേറ്റീവ്. എക്സ് സ്ക്വയർ പ്ലസ് 5ൻ്റെ ഡെറിവേറ്റീവ് എന്താടാ? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, 5ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പം ഇത്ര എഴുതിയാൽ മതി. കഴിഞ്ഞു പരിപാടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വൈ ഇസ് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റയും എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു അതിന് 3 മാർക്ക് അല്ലേ. വൈ ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ. അപ്പോൾ അത് നമ്മൾ ഡി എക്സ് ബൈ ഡി തീറ്റ കണ്ടുപിടിക്കണം. എന്ന് പറയുമ്പോൾ എ ഇൻറ്റു കോസ് തീറ്റ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. അപ്പോൾ ഇത് മൈനസ് എ സൈൻ തീറ്റ എന്ന് എഴുതാം. അടുത്ത ഡി വൈ ബൈ ഡി തീറ്റ. എ ഇൻറ്റു സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ. ഇത് സിമ്പിൾ ആണല്ലോ, ഡയറക്റ്റ് ആണല്ലോ ഇത്. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാനാണ്. ഇതിനെതിരെ 3 മാർക്ക്. ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാനാണ്. ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. ഡി വൈ ബൈ ഡി തീറ്റ എന്ന് പറയുമ്പോൾ എ ഇൻറ്റു കോസ് തീറ്റ ബൈ ഇവിടെ മൈനസ് എ ഇൻറ്റു സൈൻ തീറ്റ. എ വേയും കട്ട് ചെയ്ത് കളയാം. മൈനസ് മക്കളെ കോസ് ബൈ സൈൻ എന്താടാ? സൈൻ ബൈ കോസ് ടാൻ ആണെങ്കിൽ കോസ് ബൈ സൈൻ എന്ന് പറയുമ്പോൾ കോട്ട്. അപ്പോൾ ഇത് മൈനസ് കോട്ട് തീറ്റ. സാധാരണ ഞാൻ വിചാരിച്ച് ഒരു തീറ്റ ബൈ 2 എന്നൊക്കെ എഴുതി കട്ട് ചെയ്ത് കളയേണ്ട ക്വസ്റ്റ്യൻ. അതാണ് 3 മാർക്കിന് ചോദിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാം എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടല്ലോടെ മക്കളെ, ഈ 2 സ്റ്റെപ്പ് ഇത് നോക്കി. ഇത് ഒന്നുമില്ല. ആദ്യത്തെ 6 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കി. ഇതൊരെണ്ണവും ഇത്രയും 6 മാർക്ക്. ഇതൊക്കെയാണ് മാത്സിൻ്റെ ആ ഒരു ബ്യൂട്ടി. നമ്മൾ മലയാളം ഇംഗ്ലീഷൊക്കെ എന്തോരം എഴുതി വയ്ക്കണം. ഇത്ര എഴുതി കഴിഞ്ഞാൽ 6 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസം കണ്ട. കൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ഒരു സബ്ജക്റ്റാണ് മാത്സ്. അത് എത്ര തവണ പറഞ്ഞാലും നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല മക്കളെ. അത് രസിച്ച് ആസ്വദിച്ച് ചെയ്യുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ LPP എന്നാണ്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. സോ മാക്സിമൈസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ 2 എടുത്തെഴുതാം. 3x പ്ലസ് 2y ഈക്വൽ ടു 18. ഇവിടെ x പ്ലസ് 2y ഈക്വൽ ടു 10.
LPBയുടെ ഫുൾ ചാപ്റ്റർ ഞാൻ റിവൈസ് ചെയ്ത് ലൈവായിട്ടിട്ടുണ്ട്. വേണ്ടവർക്ക് പോയി കാണാം കേട്ടോ മക്കളെ. സോ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വരയ്ക്കാം. ഓക്കെ, നമുക്കിവിടെ എഴുതിയിട്ട് വരയ്ക്കാം. ആദ്യം എക്സ് പിന്നെ വൈ. എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും മക്കളെ? എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ നോക്കിയേ, എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ വൈ എന്ത് കിട്ടും? അതാണ് നമുക്ക് നോക്കേണ്ടത്. ബോക്സ് വരയ്ക്കാം. ഓക്കെ, ബോക്സ് കിടക്കട്ടെ. ഓക്കെ, 2 ബോക്സ് നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം ഞാൻ എക്സിന് 0 ഇട്ട് കൊടുക്കുന്നു. എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടുത്തെ എക്സ് പോയില്ലേ? അപ്പോൾ 2y = 18 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ y എന്ത് വരും? 18/2 9 കിട്ടും. സോ y 9. അടുത്ത വൈക്ക് 0 ഇട്ട് കൊടുത്തു. വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് മൊത്തം പോയില്ലേ? 3y = 18. അപ്പോൾ y എന്ന് പറയുമ്പോൾ 18/3 എന്ന് പറയുമ്പോൾ 6 കിട്ടിയില്ലേ? അതേപോലെ ഇവിടെയും എക്സിന് 0 ഇട്ട് കൊടുത്തു. എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഈ ടേം പോയി. 2y = 10. അപ്പോൾ y = 10/2 5. ഇവിടെ വൈക്ക് 0 ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ടേം പോയി. എക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കിട്ടി. എത്രയാണ്? 10. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമ്പർ ലൈൻ വരയ്ക്കുക, ഇട്ട് കൊടുക്കുക. സിമ്പിളായിട്ട് പരിപാടി കഴിയും. നമ്പർ ലൈൻ അല്ല, ഗ്രാഫ് വരയ്ക്കുക ചെയ്യുക. എക്സ് എത്ര വരെ ഉണ്ടോ? എക്സ് 6 വരെയും എക്സ് 10 വരെയുണ്ട്, y 9 വരെ അല്ലേ? നമുക്ക് വരയ്ക്കാം. നല്ല വൃത്തിക്ക് ഒരു ഗ്രാഫ് വരയ്ക്കും. നല്ല വൃത്തിയുള്ളൊരു ഗ്രാഫ് വരയ്ക്കണേ. ഓക്കെ, ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്. എത്രയുടെ വേണ്ടത്? 1 2 3 4 5 6 7. വൈ എത്രയുടെ വേണ്ടത്? 9 അല്ലേ? 1 2 3 4 5 6 7 8 9. ചൂടെ ചെറുതാക്കാം. 1 2 3 4 5 6 7 8 9. സോ 1 2 3 4 5 6 7 8 9 10 കൂടെ കിടന്നോട്ടെ. എക്സ് എത്ര വരെ വേണം? എക്സ് 10 വരെ. ഓക്കെ, ഏകദേശം ഒരേ അകലം തന്നെ. നിങ്ങൾക്ക് പെൻസിലിന് സ്കെയിൽ ഉപയോഗിച്ച് നല്ല വൃത്തിക്ക് വരച്ചോണേ മക്കളെ. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 7 8 9 10. ഓക്കെ, ഫസ്റ്റത്തെ ഉണ്ടല്ലോ, എക്സിന് 6ഉം വൈക്ക് 9ഉം. അപ്പോൾ എക്സിന് 6 വൈക്ക് 9, അതുവഴി കടന്നു പോകണ ആ ലൈൻ. ആ ഇക്വേഷൻ ഉടനെ തന്നെ അതിൻ്റെ മുകളിൽ എഴുതിക്കോണേ മക്കളെ. ആ ഇക്വേഷൻ ഉടനെ തന്നെ അതിൻ്റെ മുകളിൽ എഴുതിക്കോണം. എന്താണ് ഇക്വേഷൻ? 3x + 2y = 18. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ 3x + 2y = 18. ഓക്കെ, ഈ രണ്ടാമത്തത് എക്സ് 10ഉം വൈ 5ഉം. എക്സ് 10ഉം വൈ 5ഉം. ഓക്കെ, അതുവഴി കടന്നു പോകുന്ന ആ ഒരു ലൈൻ നമുക്ക് വരയ്ക്കാം. എക്സ് 10ഉം വൈ 5ഉം. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എഴുതിക്കേ. എക്സ് + 2y = 10. രണ്ടെണ്ണം വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഷെയ്ഡ് പോർഷൻ വരയ്ക്കുക, ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക. ഇത്രയാണ് നമ്മുടെ പരിപാടി. അതിനുവേണ്ടി നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ എടുത്ത് എഴുതുക. 3x + 2y <= 3x + 2y <= 18. പിന്നെ x + 2y <= 10. x + 2y <= 10. ഓക്കെ, നമ്മൾ എന്താ ചെയ്യണത്? ആദ്യം ഒറിജിൻ ഇട്ട് കൊടുക്കുക അല്ലേ? 0 0 എന്നുള്ള വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സും 0 ആകും, വൈയും 0 ആകും. സോ ഇത് മൊത്തം 0 0 <= 18. 0 ആണോ 18 ആണോ വലുത്? ഇവിടെ എനിക്ക് കിട്ടിയ എന്താണ്? 0-ത്തേക്കാളും വലുതാണ് 18 എന്ന് കിട്ടിയത് അല്ലേ? 0-ത്തേക്കാളും വലുതാണ് 18. അത് ട്രൂ അല്ലേ മക്കളെ? ട്രൂ അല്ലേ? 0-ത്തേക്കാൾ വലുതല്ലേ 18?
ട്രൂ ആണെങ്കിൽ മക്കളെ ഒറിജിൻ ഏതാണോ ഏത് വാല്യൂ ആണ് ഏത് പോയിന്റാണ് ഇട്ട് കൊടുത്ത് ആ പോയിന്റിന്റെ നേരെയായിരിക്കും നമ്മുടെ ഷെയ്ഡ് പോർഷൻ വരുന്നത്. ആ പോയിന്റ് ഉൾപ്പെടുന്ന ഭാഗമായിരിക്കും നമ്മുടെ ഫീസിബിലിറ്റി റീജിയൻ. അപ്പോൾ ഇവിടെ 0 0 ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് ട്രൂ കിട്ടി. ട്രൂ കിട്ടിയെങ്കിൽ ഈ പോയിന്റ് ഉൾപ്പെടുന്ന ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈൻ മാറിപ്പോവല്ലേ, ഇതല്ലേ നമ്മുടെ ലൈൻ. ഓക്കെ, അത് ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ 0 0 ഇവിടെയാണല്ലോ മക്കളെ. ആ 0 0 ഉൾപ്പെടുന്ന ഭാഗത്തേക്ക് വേണം നമ്മുടെ ഷെയ്ഡ് ചെയ്യാൻ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആരോ ഇങ്ങനെ ഇടുന്നത് കേട്ടോ. ഇങ്ങോട്ടേക്കാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇങ്ങോട്ടേക്ക് ഒരു ആരോ ഇട്ടാൽ മതി, അല്ലെങ്കിൽ വൃത്തികേടാവും. നിങ്ങളൊരു കാര്യം പെൻസിൽ കൊണ്ട് ആരോ ഇടുക, മറ്റേ ലൈൻ പേന കൊണ്ട് ആരോ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന ഭാഗം എവിടെയാണ്. അടുത്ത് ഇവിടെ ഞാൻ 0 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ 0 0 ഇട്ട് കൊടുത്തു. അപ്പോൾ എക്സിനും 0 വൈക്കും 0. അപ്പോൾ 0 ലെസ് ദാൻ അല്ലെങ്കിൽ 10 കിട്ടി. അതും ട്രൂ ആണല്ലേ മക്കളെ, അതും ട്രൂ ആണ്. അപ്പോൾ അതും എങ്ങോട്ട് തന്നെ വരും? അതും നമ്മുടെ ഒറിജിൻ്റെ ഭാഗത്തേക്ക് തന്നെ വരും. ഓക്കെ, ഇങ്ങോട്ടേക്ക് ആരോ ഇടുക. ഇനി മക്കളെ നോക്കിയേ, ഈ ഒരു സംഭവം തന്നിരിക്കുന്നതാണ് എക്സും വൈയും ഗ്രേറ്റർ ആണെങ്കിൽ 0 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും നമ്മുടെ ഫീസിബിൾ റീജിയൻ. അപ്പോൾ നിങ്ങൾ നോക്കിയത് ഈ ഭാഗത്താണോ നമ്മുടെ ഷെയ്ഡ് പോർഷൻ? അല്ല, കാരണം അവിടെ ഒരു ഭാഗം മാത്രമേ ഒരു കളറിലുള്ള ആരോ ഉള്ളൂ അല്ലേ. എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ്റെ ഭാഗം മാത്രമേ അവിടെ ഉള്ളൂ. ഇവിടെയോ? ഇവിടെ പച്ച കളറിലെ ലൈൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെയോ? ഇവിടെ ആ ബ്ലാക്ക് കളറിലെയും പച്ച കളറിലെയും എന്ന് പറയുന്ന രണ്ട് ലൈൻ്റെ ഭാഗങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ ഷെയ്ഡ് പോർഷൻ മക്കളെ ഇവിടെയാണ്. ഷെയ്ഡ് പോർഷൻ നിങ്ങൾ ഇവിടെ വരയ്ക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നന്നായിട്ട് വൃത്തിക്ക് അങ്ങ് ഷെയ്ഡ് ചെയ്ത് വെക്കുക, പുറത്ത് പോകാതെ നന്നായിട്ട് അങ്ങ് ഷെയ്ഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഷെയ്ഡ് പോർഷൻ. ഇവിടം വരെ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് പകുതി മാർക്കായി കേട്ടോ മക്കളെ. സയൻസ് കുട്ടികൾക്കും കൊമേഴ്സ് കുട്ടികൾക്കും ഒക്കെ ഈ LPPന്ന് ഈ ഗ്രാഫിൻ്റെ ചോദ്യം ഉണ്ടാവും കേട്ടോ. സോ വരച്ച് വെച്ചു. ഇനി നമുക്ക് ഓരോ പോയിന്റ്സ് കണ്ടുപിടിക്കാം. കോർണർ പോയിന്റ്സ് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ഇവിടെയാണ് എ എന്ന് പറയുന്നത് 5 കൂടെ കടന്നു പോകണം. അപ്പോൾ 0 5. ഇത് ബി എന്ന് പറഞ്ഞാൽ 0 0. ഇത് സി എന്ന് പറയുന്നത് 6 അല്ലേടാ, അത് യെസ് 6 0. പിന്നെ ഇത് ഡി എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടുപിടിക്കണം. കറക്റ്റായിട്ട് വരച്ചവർക്ക് കിട്ടും. ഏകദേശം 4 3 ആകാൻ ചാൻസ് ഉണ്ട്. കറക്റ്റായിട്ടാണ് ഗ്രാഫ് വരച്ചെങ്കിൽ 4 3 ആകാൻ ചാൻസ് ഉണ്ട്. ഇനി അങ്ങനെ അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ലൈൻ തമ്മിൽ സോൾവ് ചെയ്താൽ മതി. ഈ രണ്ട് ലൈൻ കൂടെ കട്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ആ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ 3x + 2y രണ്ടും കൂടെ സോൾവ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. 3x + 2y = 18. എടാ, ഈ പോയിന്റ് ഗ്രാഫിൽ നിന്ന് എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. ഞാൻ പറയണേ എപ്പോഴും ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് ഇത് തമ്മിൽ സോൾവ് ചെയ്താൽ മതി. നമുക്ക് എക്സും വൈയും കിട്ടും. 3x + 2y = 18. അടുത്ത ഇത് x + 2y = 10. x + 2y = 10 തമ്മിൽ സോൾവ് ചെയ്തേ മൈനസ് ചെയ്യാം അല്ലേ. അപ്പോൾ 2yയും 2yയും പോവും. 3x നിന്ന് x കുറച്ചാൽ 2x. 18 നിന്ന് 10 കുറച്ചാൽ 8. അപ്പോൾ x എന്ന് പറയുമ്പോൾ 8/2 4. അപ്പോൾ 4 കിട്ടി. x 4 ഞാൻ പറഞ്ഞില്ലേ 4 ആണ്. കറക്റ്റായിട്ട് ഗ്രാഫ് വരയ്ക്കുന്നവർക്ക് ആ ഫിഗറിൽ തന്നെ കിട്ടും നമുക്ക്. ഓക്കെ, ഇനി y എടുത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ഇക്വേഷൻ എഴുതാം. x + 2y = 10. x എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ x 4 അല്ലേടാ. 4 + 2y = 10. അപ്പോൾ 2y = ഈ 4 അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 10 - 4. അപ്പോൾ 2y = 10 - 4 എന്ന് പറയുമ്പോൾ 6. അപ്പോൾ y എന്ന് പറയുന്നത് 6/2 3. അപ്പോൾ y എത്ര കിട്ടി? 3. കണ്ടല്ലോ, കറക്റ്റായിട്ട് ഗ്രാഫ് വരച്ചവർക്ക് ഇത് കിട്ടും 4ഉം 3ഉം. ഓക്കെ, 4ഉം 3ഉം കിട്ടി. എല്ലാം കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടേബിൾ വരയ്ക്കാം. ലാസ്റ്റത്തെ ആ ടേബിൾ കോർണർ പോയിന്റ്സിനും ഇതിനും വേണ്ടിയിട്ട് ടേബിൾ വരയ്ക്കാം. അതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഓക്കെ, 1 1 2 3 4. ഇത് കോർണർ പോയിന്റ്സ്. ഇത് നമ്മുടെ z = നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? z 5x + 3y. 5x + 3y. ഇത് നമ്മുടെ കോർണർ പോയിന്റ്സ് എഴുതിക്കടാ. A B C പിന്നെ D. എ എന്താടാ? A05. ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. പോയിന്റ്സ് മാറിയാലും നെയിം മാറിയാലും പോയിന്റ്സ് മാറായിരുന്നാൽ മതി. പോയിന്റ്സ് അത് തന്നെ ആയാൽ മതി. 05 B 00 C 60 D 43. ഓക്കെ, എക്സിന് മൈക്ക് ഇട്ട് കൊടുക്കടാ. എക്സിന് ഇവിടെ ഇട്ട് കൊടുക്കുക. 5 × 0 0 പ്ലസ് 5 × 3 15. സോ 15. അടുത്ത 0 0 എക്സിന് മൈക്ക് ഇട്ട് കൊടുക്കുക. 0 എക്സിനും മൈക്ക് വിടാതെ ഇത് എക്സ് ഇത് വൈ, ഇത് എക്സ് ഇത് വൈ നേരെ ഇട്ട് കൊടുത്താൽ പരിപാടി കഴിഞ്ഞു. അടുത്ത് ഇവിടെ 6 എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. 5 × 6 പ്ലസ് 3 × 0
അപ്പോൾ 5 × 6 30 + 0 30. 30. അടുത്ത് ഇവിടെ 4 എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 5 × 4 പ്ലസ് 3 എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. 3 × 3. അപ്പോൾ 5 × 4 20 + 9 29. ചോദ്യം ചോദിച്ചത് മാക്സിമൈസ് ആണ്. ഇതിൻ്റെ അകത്ത് മാക്സിമം വാല്യൂ എത്രയാടാ? 30 അല്ലേ? ഇതാണ് മാക്സിമം വാല്യൂ. മാക്സിമം എന്ന് അവിടെ എഴുതി വെച്ചോ. Therefore the maximum value of z is equal to 30 at ഏത് പോയിൻ്റാടാ? സി എന്ന് പറയുന്ന പോയിന്റ്. ആഹാ, കംപ്ലീറ്റ് ആയി മക്കളെ. ഇത്ര എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ മാർക്ക് നമുക്ക് 6 മാർക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ, കറക്റ്റ് അത് തന്നെയാണോ എന്ന്, എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ? ഓക്കെ, മാക്സിമം 30 at 60. പക്ക കറക്റ്റ് ആൻസറാണ് മക്കളെ. ഇത്രേ ഉള്ളൂ നിങ്ങളുടെ ആൻസേഴ്സ്. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആകപ്പാടെ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൺഫ്യൂസിങ് ആക്കിയത് നമ്മുടെ ബേസ് തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ തന്നെയായിരിക്കും ഫൈനൽ എക്സാം വരുന്നത്. കൊമേഴ്സ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ടഫ് ക്വസ്റ്റ്യൻ അങ്ങനെ വരാറില്ല. എല്ലാം ഡയറക്റ്റ് ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് കേട്ടോ മക്കളെ. ഇതിൻ്റെ ഈ ആൻസർ കീ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കാണുന്ന ചാനലൊന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ അകത്ത് ഞാൻ ഇതിൻ്റെ PDF ഇടാം. PDF വേണമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ PDF ഞാൻ വേണമെങ്കിൽ നമ്മുടെ ചാനലിനകത്തേക്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം. വാട്സപ്പ് ചാനലുണ്ട്, ഒന്ന് ഫോളോ ചെയ്തേ കേട്ടോ മക്കളെ. അപ്പോൾ മക്കളെ, ഈ കൊമേഴ്സ് കുട്ടികൾക്കും സയൻസ് കുട്ടികൾക്കും ഒരേ ടോപ്പിക്ക് തന്നെയാണ് പഠിക്കേണ്ടത്. വെയിറ്റേജിന് മാറ്റമുണ്ട്, ക്വസ്റ്റ്യൻസിന് മാറ്റമുണ്ട്. അത് മനസ്സിലാക്കുക. പഠിപ്പിക്കുന്ന കൺസെപ്റ്റ് രണ്ടുപേർക്കും ഒരേപോലെ യൂസ്ഫുൾ ആണ്. ഈ ക്വസ്റ്റ്യൻസ് സയൻസ് കുട്ടികൾ ചെയ്താലും അവർക്കും വളരെയധികം യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ വെയിറ്റേജുമായിട്ട് ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. വെയിറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സോട്ട് കാണാം മക്കളെ. ഓക്കെ, ബൈ മക്കളെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. ഓക്കെ, ബൈ മക്കളെ.